ഹലോ, നമസ്കാരം. ദേവലോകം ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇങ്ങനെ ഒരു സിറ്റുവേഷൻസിൽ വന്ന് വീഡിയോ ചെയ്യുന്നത്. എൻ്റെ സിറ്റുവേഷൻസ് ഇങ്ങനെ ആയതുകൊണ്ടാണ് ഞാൻ ഇന്ന് വീഡിയോ വന്ന് ചെയ്യുന്നത്. പക്ഷേ ഇത് ഞാൻ ചെയ്യണോ വേണ്ടെന്ന് വിചാരിച്ചു, പക്ഷെ ചെയ്തേ പറ്റൂ. അപ്പോൾ ഞാൻ കുറച്ച് വീഡിയോ ഇതിന് മുമ്പ് ഇട്ടിട്ടുണ്ട്. ഒരു വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട് 2 ദിവസം മുമ്പ് ഇട്ടിട്ടുണ്ട്. അതിനകത്ത് ഞാനൊരു ജേക്കബിനെ കുറിച്ചും ഒരു എൽസമ്മയെക്കുറിച്ചും ഞാൻ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്കൊക്കെ അറിയാം, നമ്മുടെ ചാനൽ ദേവലോകം എന്നാണ് പേരിട്ടിരിക്കുന്നത്. നിങ്ങൾക്കറിയാം, ഞാൻ പൂജയും കാര്യങ്ങളുമാണ് ചെയ്യുന്നത്. പ്രാർത്ഥനയും കാര്യങ്ങളുമായിട്ട് മുന്നോട്ട് പോകുന്ന ഒരാളാണെന്ന് നിങ്ങൾക്കറിയാം. ഇനി അതിലുപരി വേറൊരു കാര്യം കൂടെ ഞാൻ പറയാം. അഗാഢ സന്യാസം എടുത്ത് പൂജ പഠിച്ച് എനിക്ക് പൂജാരിണി എന്നുള്ള ഒരു സർട്ടിഫിക്കറ്റും കൂടെ ഉണ്ട്. അതിനകത്ത് ഗംഗ എന്ന് പേരുണ്ട്. പിന്നെ വേറൊരു കാര്യം കൂടെ ഞാൻ ഇതിൽ പറയാം. എനിക്ക് എൻ്റെ നാട്ടിൽ എൻ്റെ അമ്പലത്തിൽ നിന്നും എനിക്ക് എഴുതി തന്നിരിക്കുന്ന സർട്ടിഫിക്കറ്റും എൻ്റെ കയ്യിൽ ഉണ്ട്. പിന്നെ എനിക്കിനി വേറൊരു കാര്യം കൂടെ ഉണ്ട്. അത് ഞാനിപ്പോൾ പറയുന്നില്ല. അത് കഴിഞ്ഞിട്ട് ഞാൻ എന്ത് ചെയ്യാം, വീഡിയോയിൽ പറയാം. അപ്പം ഞാൻ ഒരു അമ്പലങ്ങളുമായിട്ടും എന്ത് ചെയ്യുന്നില്ല, ഒരമ്പലങ്ങളുമായിട്ട് മെമ്പർഷിപ്പൊന്നും എനിക്കില്ല. കാരണം ഞാൻ അഗാഢ എന്ന് പറയുന്നത് കാശിയിലെ അവിടെ നിന്നാണ് ഞാൻ എന്ത് ചെയ്തിരിക്കുന്നത്, സന്യാസമെടുത്ത് പൂജാരിണി എന്നുള്ളതാണ്. എന്ന് വെച്ചാൽ കുടുംബമായിട്ടുള്ള സന്യാസമാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ വിവാഹം എന്ത് ചെയ്തിരിക്കുന്നത്, കഴിച്ചിരിക്കുന്നതും പൂജാരിണി എന്നുള്ളതാണ് എനിക്ക് എന്ത് ചെയ്തിട്ടുണ്ട്, എൻ്റെ ID കാർഡിൽ എനിക്ക് തന്നിരിക്കുന്നത്. ഇനി ഞാൻ കാശി ചെല്ലുന്ന സമയത്ത് എൻ്റെ കൂടെയുള്ള വ്യക്തിയും ഞാനും കൂടെ ഒന്നിച്ച് ഇപ്പോൾ ഞാൻ മാത്രമല്ലേ ഉള്ളൂ, എനിക്ക് മാത്രമല്ലേ ID കാർഡുള്ളൂ. അപ്പോൾ ഞാനും കാശി ചെന്ന് എൻ്റെ അഗാഢ എന്ന് പറയുന്ന എൻ്റെ ഹെഡ് ഓഫീസുണ്ട്. അവിടെ ഞാൻ ചെന്ന് പിന്നെ കഴിഞ്ഞതിന് ശേഷം എൻ്റെ തല മുണ്ടനം ചെയ്താൽ മാത്രമേ, അതായത് തലമുടി വടിച്ച് കളഞ്ഞ് ഗംഗാജലത്തിൽ മുങ്ങി കയറി കഴിയുമ്പോഴേ എനിക്ക് അടുത്തൊരു സർട്ടിഫിക്കറ്റും കൂടെ അവരെനിക്ക് തരത്തുള്ളൂ. അതുവരെ എനിക്ക് പൂജാരിണി എന്നുള്ള സർട്ടിഫിക്കറ്റാണ് എൻ്റെ കയ്യിലുള്ളത്. എൻ്റെ കയ്യിൽ ഈ സർട്ടിഫിക്കറ്റിലുള്ള കാര്യം ആർക്കും അറിയത്തില്ല. ഞാൻ അത് വളരെ ഇതായിട്ടാണ് വെച്ചിരിക്കുന്നത്. കാരണം ഈ സർട്ടിഫിക്കറ്റ് ഉള്ളിടത്തോളം കാലം എനിക്ക് എവിടെ വേണമെങ്കിലും ഒരു ഫ്ലെക്സ് അടിക്കുകയോ അല്ലെങ്കിൽ ഒരു പൂജയ്ക്ക് വേണ്ടിയിട്ട് എൻ്റെ കാര്യങ്ങൾ വെച്ച് തന്നെ എനിക്ക് വേണമെങ്കിൽ ആൾക്കാരെ എന്നെ വിസിറ്റ് ചെയ്യിക്കാനോ എന്തിനു വേണമെങ്കിലും എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും. എന്നെ ഒരാൾക്കും തൊണ്ടാനോ ചിരണ്ടാനോ ഒന്നും പറ്റത്തില്ല. അത്രയ്ക്കും ക്വാളിറ്റി ഉള്ളതും അത്രയ്ക്കും പവറുള്ള ID സർട്ടിഫിക്കറ്റാണ് എൻ്റെ കയ്യിൽ ഇരിക്കുന്നത്. ഞാനിതൊക്കെ എടുത്തു വെച്ചിട്ടുണ്ട്. ഇതെടുത്ത് വെച്ചതിന് ശേഷമാണ് 4 വർഷമായിട്ട് നിങ്ങൾ എന്നെ വീഡിയോയിൽ കാണുന്നത്. ദേവലോകം എന്ന് പറയുന്ന ചാനൽ തുടങ്ങി വീഡിയോയിൽ ഞാൻ പൂജാ കാര്യങ്ങളെക്കുറിച്ചൊക്കെ ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്, വന്ന് പറഞ്ഞിട്ടുണ്ട്. ഞാൻ ഒരിക്കലും ആധികാരികമായിട്ടുള്ള കാര്യങ്ങളൊന്നും ഞാൻ എന്ത് ചെയ്തിട്ടില്ല, വീഡിയോയിൽ വന്ന് എന്ത് ചെയ്തിട്ടില്ല, പറഞ്ഞിട്ടില്ല. പക്ഷേ എനിക്ക് സംസാരിക്കാനാണ് ഒരുപാട് കാര്യങ്ങളുണ്ട്. ഞാൻ എല്ലാം മറ്റോ മൂലയൊക്കെ വെച്ചിട്ടാണ് സംസാരിച്ചിരിക്കുന്നത്. അപ്പോൾ ഞാനിപ്പോൾ സംസാരിക്കാൻ പോകുന്ന കാര്യം എന്താണെന്ന് അറിയാം. അപ്പം ഞാൻ പപ്പയുടെ മരണം എല്ലാം കഴിഞ്ഞതിന് ശേഷം വളരെയധികം വിഷമത്തിലും പ്രയാസഘട്ടങ്ങളെല്ലാമാണല്ലോ ഞാൻ തരണം ചെയ്തത്. വീഡിയോ എന്നെ കാണുന്ന എല്ലാവർക്കും അറിയാം ഞാൻ എന്തെല്ലാം ഘട്ടങ്ങളിലൂടെ തരണം ചെയ്തിട്ടുണ്ടെന്നും ഞാൻ എന്താണ് അനുഭവിക്കുന്നത്, ഞാൻ എന്താണ് ഒറ്റയ്ക്ക് ജീവിക്കുന്നത്, എല്ലാം ഞാൻ ഈ വീഡിയോയിലൂടെ ഞാൻ ഇട്ടിരിക്കുന്ന കാര്യങ്ങളാണ്. അപ്പം ഞാനിപ്പോൾ പറയാൻ വന്നിരിക്കുന്ന കാര്യങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 മാസമായി നമ്മൾ വീട് വാടകയ്ക്ക് എടുത്തിട്ട്. ഇപ്പോൾ 3-ാം മാസമായി. 2 മാസത്തെ വാടക ഇതിനകത്ത് ഞാൻ ഷോർട്ട് വീഡിയോയിൽ ഇട്ടിട്ടുണ്ട്. 15,000 രൂപ അഡ്വാൻസ് കൊടുത്തിട്ടുണ്ട്, 6,000 രൂപ വാടകയാണ്. അപ്പം ഞാൻ എൻ്റെ ലൈഫിൽ എനിക്ക് ഒരുപാട് അനുഭവങ്ങളുള്ളതുകൊണ്ട് എവിടെ വാടകയ്ക്ക് പോയാലും ഞാനൊരു ബുക്ക് വാങ്ങിച്ചിട്ട് അഡ്വാൻസ് കൊടുക്കുമ്പോൾ ഞാൻ അതിൻ്റെ വീഡിയോ എടുത്ത് വയ്ക്കും. പിന്നെ പൈസ കൊടുക്കുമ്പോൾ, വാടക പൈസ കൊടുക്കുമ്പം വാടക കിട്ടി ബോധിച്ചു, ഇത്രാം തീയതി വാടക തന്നു കിട്ടി ബോധിച്ചു എന്ന് പറഞ്ഞ് ഞാൻ എൻ്റെ ബുക്കിൽ സൈൻ ചെയ്ത് അവരോട് എന്ത് ചെയ്യാറുണ്ട്, മേടിക്കാറുണ്ട്. അപ്പം പിന്നെ അങ്ങനെ ഞാൻ തെളിവുണ്ടാക്കി വയ്ക്കും. കാരണം ഞാൻ എൻ്റെ ലൈഫിലെ അനുഭവത്തിലൂടെ പഠിച്ചതാണ്. കാരണം എൻ്റെ അടുത്തൊരു ആവശ്യമായൊരു പ്രശ്നം വന്നപ്പോൾ ഒരു പോലീസുകാരനാണ് പറഞ്ഞത്, നിങ്ങൾ അറ്റ്ലീസ്റ്റ് വാടക വരെ കൊടുക്കുന്നുണ്ടെങ്കിൽ നിങ്ങളൊരു വെള്ള പേപ്പറിൽ നിങ്ങൾ എഴുതി എന്ത് ചെയ്യണം, നിങ്ങൾ എഴുതി ഒപ്പിട്ട് മേടിച്ച് വെക്കണം. കാരണം എപ്പോഴാണ് ഏതാണ് സമയത്താണ് ഇവന്മാർക്കൊക്കെ ഇളക്കം വരുന്നതെന്ന് പറയാൻ പറ്റത്തില്ല. പിന്നെ ഞാനിപ്പോൾ താമസിക്കുന്ന ഞാൻ ഇടയ്ക്ക് തമിഴ്നാടും ഒക്കെ ആയിട്ട് ഞാൻ വളരെ യാത്ര ചെയ്യുമ്പോൾ ഞാൻ ഓരോ കാര്യങ്ങൾ കാണാറുണ്ട്. തമിഴ്നാട്ടിലെന്ന് പറഞ്ഞാൽ ഞാനും കണ്ണനും യാത്ര ചെയ്യുന്ന സമയത്ത് ഒരു ദിവസം പെട്രോൾ തീർന്നു പോയി. ഞങ്ങളൊരു കുപ്പി എടുക്കാനായിട്ട് ഏതെങ്കിലും വണ്ടി കിട്ടിയ ലിഫ്റ്റ് അടിച്ച് പോകും, കുപ്പിയിൽ പെട്രോൾ വാങ്ങിച്ചു തരാമെന്ന് വിചാരിച്ച് പോകുന്ന സമയത്ത് ഒരു പരിചയമില്ലാത്ത ഒരു തമിഴ്നാട്ടിലുള്ള ഒരാൾ പെട്ടെന്ന് തന്നെ അയാളുടെ വണ്ടി
വണ്ടി ഞങ്ങൾക്ക് തന്നിട്ട് പറഞ്ഞു, പോയിട്ട് ഈ വണ്ടിയിലും 50 രൂപയുടെ പെട്രോൾ അടിച്ചിട്ട് വാ, നിങ്ങൾ പോയി പെട്രോൾ വാങ്ങിയിട്ട് വാന്ന് പറഞ്ഞ് ചാവിയും അവൻ്റെ വണ്ടി ഞങ്ങൾക്ക് തന്നു. ഞങ്ങൾ ആരാണെന്ന് എന്താണെന്ന് ഒന്നും ചോദിക്കാതെ ആ ഒരു സാഹചര്യത്തിൽ എന്ത് ചെയ്തിട്ടുണ്ട്, ഞങ്ങളെ അവർ സഹായിച്ചിട്ടുണ്ട്. ഒരുപാട് അനുഭവങ്ങളുണ്ട്. തമിഴ്നാട്ടിൽ പോയി കഴിഞ്ഞാൽ ഒരുപാട് അനുഭവങ്ങൾ എനിക്ക് ഈ വീഡിയോയിലൂടെ എനിക്ക് എണ്ണിത്തീർക്കാതെ പറയാനുണ്ട്. ഫുഡിൻ്റെ കാര്യത്തിലാണെങ്കിലും എന്ത് കാര്യങ്ങളിലാണ് ഞങ്ങൾക്ക് ഒരു കുറവും ഞാൻ തമിഴ്നാട്ടിൽ പോയി കഴിഞ്ഞാൽ ഒന്നിനും ഒരു കുറവില്ല. പിന്നെ അതുമല്ല, നമ്മളെ ഇവിടുത്തെ പോലെയല്ല, ആചാരാനുഷ്ഠാനങ്ങൾക്ക് എന്ന് പറഞ്ഞാൽ മൂല്യത കൊടുക്കുന്ന ആൾക്കാരാണ് തമിഴ്നാട്ടിൽ. അവിടെ എന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ കറുപ്പസ്വാമിയുടെ അമ്പലങ്ങളാണ്, മുക്കിന് അമ്പലങ്ങളുണ്ട്. എല്ലാം ദൈവങ്ങൾക്ക് കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്ന ആളുകളാണ് തമിഴ്നാട്ടിലുള്ളത്. പിന്നെ അപ്പം ഞാനീ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ എല്ലാത്തിൻ്റെയും വാടക കൊടുക്കുന്ന കാര്യങ്ങളും എല്ലാ കാര്യങ്ങളും കറക്റ്റ് എഴുതി വെക്കാറുണ്ട്. എല്ലാ കാര്യങ്ങളും വളരെ ചിട്ടയോടും അടുക്കും ചിട്ടയോടും കൂടി തന്നെയാണ് എന്ത് ചെയ്യുന്നത് ഞാൻ പോയിക്കൊണ്ടിരിക്കുന്നത്. നിങ്ങൾക്കൊക്കെ അറിയാം, ഞാൻ രാവിലെ എണീക്കും, കുളിക്കും, പൂജ കാര്യങ്ങളെന്ന് പറഞ്ഞാൽ എന്നെ സംബന്ധിച്ചിടത്തോളം മസ്റ്റാണ്. പിന്നെ ഈ ചാനലെന്ന് പറഞ്ഞത് വളരെ എൻ്റർടൈൻമെൻറ്റ് എന്ന് വെച്ചാൽ എനിക്ക് പ്രകൃതിയോട് ഒത്തിരി ഇഷ്ടമുള്ളതുകൊണ്ട് ഞാൻ ആ ലെവലിലൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട്, വീഡിയോ ഇട്ടിട്ടുണ്ട്. അതൊക്കെ എൻ്റെ ഇഷ്ടാനിഷ്ടങ്ങളാണ്, അതൊക്കെ പോട്ടെ. പക്ഷേ എങ്കിലും ഞാൻ എന്തൊക്കെയാണെന്ന് പറഞ്ഞാലും ഞാൻ എൻ്റെ ആത്മീയ കാര്യങ്ങൾക്കാണ് ഏറ്റവും കൂടുതൽ ഊന്നൽ കൊടുക്കുന്നതും. എൻ്റെ വിളക്കും എൻ്റെ പൂജയും എൻ്റെ പൂജാ റൂമിനും ഞാൻ ആരാധിക്കുന്ന ഉപാസനയ്ക്കും ഞാൻ ആരാധിക്കുന്ന ദേവിക്കുമാണ് ഏറ്റവും കൂടുതൽ പ്രാധാന്യം ഞാൻ കൊടുക്കുന്നത്. അപ്പം ഞങ്ങൾ വീട് വാടകയ്ക്ക് എടുത്തെന്ന് പറഞ്ഞാൽ വീട് വാടകയ്ക്ക് ഇപ്രാവശ്യം നമ്മൾ വീട് വാടകയ്ക്ക് എടുത്തിരിക്കുന്നത് പെന്തിക്കോസാറിൻ്റെ വീടാണ്. ഞാൻ പെന്തിക്കോസാറിൻ്റെ ഒരുപാട് കാര്യങ്ങൾ ഞാൻ നിങ്ങളോട് പറയാറുണ്ട്. കാരണം ഞാൻ എൻ്റെ അനുഭവങ്ങളിലൂടെയാണ് എന്ത് ചെയ്യുന്നത് ഞാൻ പറയുന്നത്. പെന്തിക്കോസുകാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ഈ വെള്ളത്തിൽ മുങ്ങി സ്നാനപ്പെട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർ പരിശുദ്ധരാണെന്ന് വിശ്വസിച്ച് നടക്കുന്ന ഒരാൾക്കാരാണ്. ബാക്കി നമ്മൾ ഹിന്ദുക്കൾ, ക്രിസ്ത്യാനികൾ, റോമൻ കത്തോലിക്കർ, യാക്കോബിറ്റ്, അങ്ങനെയുള്ള നാനാവിധത്തിൽപ്പെട്ട ആളുകൾ, ജാതികളെന്നും പറഞ്ഞിട്ടാണ് അവർ എണ്ണിത്തള്ളുന്നത്. കാരണം എനിക്കിതിൽ നിന്നിരിക്കുന്നതുകൊണ്ട് എനിക്ക് കാര്യങ്ങൾ അറിയാം. അവർ മാത്രമാണ് പരിശുദ്ധർ, അവർ മാത്രം സ്വർഗരാജ്യത്തിന് അവകാശപ്പെട്ടിരിക്കുന്നു എന്നാണ് അവരുടെ വാദം. മനസ്സിലായില്ലേ? അപ്പോൾ ഇതാണ് ഒരു കാര്യം. പിന്നെ സ്നാനപ്പെടുകയും ചെയ്യും, സ്വർഗത്തിന് അവകാശം പറയുകയും ചെയ്യും, വൃത്തികേട് മൊത്തം കാട്ടിക്കൂട്ടുകയും ചെയ്യുന്ന ഒരു വർഗമാണ് പെന്തിക്കോസുകാർ. എന്നുവെച്ചാൽ വെറും ഊറി മക്കളാണ്. എൻ്റെ മലയാള ഭാഷയിൽ പറഞ്ഞാൽ വെറും ഊറി മക്കളാണ്. നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്, കാരണം ഞാൻ അത്രയും സഹി ഇട്ടിട്ടാണ് എന്ത് ചെയ്യുന്നത് പറയുന്നത്. ഇതുപോലെ വൃത്തികെട്ട പെണ്ണാണേലും ആണാണേലും പാസ്റ്റർമാരാണേലും ആരാണ് ഇതുപോലെ വൃത്തികെട്ടത്. ഓക്കെ, ഞാൻ വീട് വാടകയ്ക്ക് എടുത്തു കഴിഞ്ഞപ്പം നിങ്ങൾ കാണുന്നുണ്ടല്ലോ, ആ വീട് നിങ്ങൾ കണ്ടിട്ടുണ്ട്, അതിൻ്റെ പരിസരം കണ്ടിട്ടുണ്ട്. ഈ വീട്ടിൻ്റെ പരിസരത്ത് കൃഷി ചെയ്യുന്നത് എന്ന് പറഞ്ഞാൽ തൊട്ടടുത്തുള്ള അവരുടെ വീട്ടിലുള്ള 2 വ്യക്തികളാണ് ചേനയും കപ്പയൊക്കെ അവർ കൃഷി ചെയ്തിരിക്കുന്നത്. അവരുടെ മകളാണ് ആ വാർഡിലെ മെമ്പർ. അപ്പോൾ ഞാൻ ഈ വീട് വാടകയ്ക്ക് എടുത്തപ്പോൾ ഈ പ്രശ്നം സ്റ്റാർട്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം. ഞാൻ ഈ വീട് വാടകയ്ക്ക് എടുത്തു കഴിഞ്ഞപ്പോൾ അപ്പം നമ്മൾ പെന്തിക്കോസുകാരൻ്റെ വീടാണ് ഇപ്രാവശ്യം വാടകയ്ക്ക് എടുത്തിരിക്കുന്നത്. അപ്പം ഞങ്ങൾ 15,000 രൂപ അഡ്വാൻസ് കൊടുത്തു. ഞങ്ങൾ ഒരുപാട് വീടുകൾ അന്വേഷിച്ചിട്ടാണ് എന്ത് ചെയ്തത്, ഒരു വീട് പോയി ഞങ്ങൾ കണ്ടെത്തിയത്. അപ്പോൾ ഈ ആളെ എനിക്ക് നേരത്തെ പരിചയമുണ്ട്. അത് ഞാൻ വീഡിയോയിൽ ഇട്ടിട്ടുണ്ട്. അത് കുറച്ചിടെ വീഡിയോ എടുത്തപ്പോൾ കട്ടായിപ്പോയി. അപ്പോൾ ഇയാളെ പരിചയമുണ്ടെന്ന് എനിക്ക് നേരത്തെ. പക്ഷേ നമ്മൾ വീട് കുറേ നോക്കിയിട്ട് ഈ ആളെ പരിചയം ഉണ്ടെന്നോ ഉള്ള കാര്യങ്ങളൊക്കെ ഞാൻ വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ മറന്നുപോയി. അപ്പം ഞങ്ങൾ എന്ത് ചെയ്തെന്നറിയാമോ, വീട് അന്വേഷിച്ചിട്ട് ഞങ്ങളന്ന് ഒരുപാട് വീടുകൾ അന്വേഷിച്ചിട്ട് ഒന്നും നമുക്ക് ശരിയാവണില്ല, നമുക്ക് സ്യൂട്ടബിൾ ആവുന്നില്ല. അപ്പം ഞാനും കണ്ണനും കൂടെ തിരിച്ചു പോകാമെന്ന് പറഞ്ഞ് നിന്നപ്പോഴത്തേനും വീണ്ടും ഞാൻ മുന്നോട്ട് കുറച്ച് നേരം നടന്നു പോയിട്ട് നിൽക്കുമ്പോൾ അവിടെ ഒരു കടയിൽ ഞങ്ങൾ ചെന്ന് കാര്യം പറഞ്ഞപ്പോഴത്തേനും അയാൾ ഒരു ബ്രോക്കറെ വിളിച്ചു തന്നു. അപ്പോൾ അയാൾ പറഞ്ഞു വീട് എളുപ്പമുണ്ട്, നിങ്ങൾ വാ കാണാമെന്ന് പറഞ്ഞു. ഞങ്ങൾ പെട്ടെന്ന് വീട് നോക്കാൻ പോയി. അപ്പോൾ എൻ്റെ പേഴ്സിനകത്ത് ഒരു 5,000 രൂപ ഇരിപ്പുണ്ട്. അതേതെങ്കിലും കാരണവശാൽ വന്നു കഴിഞ്ഞാൽ അഡ്വാൻസ് അപ്പം തന്നെ കൊടുത്ത് വീടെടുക്കാനാണ് ഞങ്ങൾ പൈസ വെച്ചിരിക്കുന്നത്. അപ്പം ഞാൻ എന്ത് ചെയ്തു, ഞാനും കണ്ണനും കൂടെ പോയി കണ്ടപ്പോൾ വീട് കണ്ടപ്പോൾ എന്ത് ചെയ്തു, ഇഷ്ടപ്പെട്ടു. കാരണം പാടശേഖരമാണ്, ഒറ്റ വീടാണ്, വാർത്ത വീടാണ്, 6,000 രൂപ വാടക, വേറെ മറ്റ് ശല്യങ്ങളൊന്നുമില്ല, അടുത്തുള്ള ഇതൊന്നും മറ്റ് ശല്യങ്ങളൊന്നുമില്ല. അപ്പോൾ വീട് കണ്ട് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞപ്പോൾ ഞങ്ങൾ അയാളോട് പറഞ്ഞു, അയാളെ ഈ ബ്രോക്കർ വിളിച്ചുകൊണ്ട് വന്നു. അപ്പോൾ അയാളുടെ വീട് തൊട്ടടുത്താണ്, കുറച്ചിങ്ങോട്ട് ഒരു 10 മീറ്ററോ 15 മീറ്ററോ അങ്ങോട്ട് അകലമുണ്ട്. അപ്പോൾ അയാൾ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ പറഞ്ഞു, ഞാൻ അസ്ട്രോളജി കാര്യങ്ങളൊക്കെ ഉണ്ട്, പൂജാ കാര്യങ്ങളായിട്ട് ഇരിക്കുന്ന ഒരാളാണ്, നിങ്ങൾക്കതിന് വല്ല കുഴപ്പമുണ്ടോ ഉണ്ടോയെന്ന് ചോദിച്ചപ്പോൾ അയാൾ പറഞ്ഞു ഒരു കുഴപ്പമില്ല. അപ്പോൾ അയാൾ എന്നോട് ചോദിച്ചു, ഈ 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികൾക്ക് പോലും അറിയാം അസ്ട്രോളജി എന്താണ്.
ഇയാൾ എന്നോട് ചോദിച്ചു അസ്ട്രോളജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൈനോട്ടമാണോ എന്ന് ചോദിച്ചു. അപ്പം ഞാൻ പറഞ്ഞു അല്ല, കൈനോട്ടമല്ല, അസ്ട്രോളജി വേറെ കൈനോട്ടം വേറെ എന്ന് പറഞ്ഞു. അത് പറഞ്ഞിട്ട് എന്ത് ചെയ്ത് ഞാനും കണ്ണനും കൂടെ ഇയാൾ പറഞ്ഞു. അപ്പോൾ ഇയാൾ എന്നോട് പറഞ്ഞു ഞങ്ങൾ പെന്തിക്കോസുകാരാണ്. അപ്പോൾ ഞാൻ ചോദിച്ചു പെന്തിക്കോസുകാരാണോ എന്ന് ചോദിച്ചപ്പോൾ ഞാൻ എടുത്ത വായിൽ ചോദിക്കുകയും ചെയ്തു ഞങ്ങൾ പെന്തിക്കോസാണ്, പക്ഷേ പെന്തിക്കോസല്ല, ഞങ്ങൾ വേറെ ഒരു ഇതാണെന്ന് പറഞ്ഞു. അപ്പം ഞാൻ ചോദിച്ചു പുതിയ നിയമസഭയാണോ എന്ന് ചോദിച്ചു. ഞാൻ എടുത്ത വായിൽ അങ്ങ് ചോദിച്ചു പുതിയ നിയമസഭയാണോ എന്ന് ചോദിക്കുകയും ചെയ്തു. അപ്പോൾ അവരെൻ്റെ അടുത്ത് പറഞ്ഞു പുതിയ നിയമസഭയൊന്നും അല്ല, പഴയതും ഞങ്ങൾ അംഗീകരിക്കുന്നുണ്ട്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇവൻ ബോംബെയിൽ ആലിബാഗ് എന്ന് പറയുന്ന സ്ഥലത്ത് പുതിയ നിയമം എന്ന് പറയുന്ന, അതായത് ബൈബിളിൽ 2 ഇതുണ്ട്, പഴയ നിയമവും പുതിയ നിയമമുണ്ട്. അതിൽ പുതിയ നിയമം എന്ന് പറയുന്നത് മത്തായി തൊട്ട് മർക്കോസ് തൊട്ട് വെളിപ്പാട് വരെയുള്ളതാണ് പുതിയ നിയമം. അപ്പം ഈ പുതിയ നിയമം എന്ന് പറയുന്ന സഭയാണ് ഇവൻ ആദ്യം എന്ത് ചെയ്തത്, ആ ഒരു ഇതാണ് ഇവൻ പഠിപ്പിക്കുകയും പ്രവർത്തിക്കുകയൊക്കെ ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ ഇവിടെ അത് നടക്കത്തില്ല, കാരണം ഈ കേരളത്തിനകത്ത് വന്നു കഴിഞ്ഞാൽ അത് നടക്കത്തില്ല. കാരണം ഇവിടെ ഉള്ളവരെല്ലാം പഴയതും പുതിയതും കൂടെ ആണ് വെച്ചുകൊണ്ടിരുന്നിട്ട് ആരാധിക്കുകയും പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്തു. അപ്പോൾ ഇവൻ എന്നോട് പറഞ്ഞു അല്ല, ഞങ്ങൾ പഴയതും കൂടെ എന്ത് ചെയ്യുന്നുണ്ട്, കൊണ്ടു നടക്കുന്നുണ്ടെന്ന് പറഞ്ഞു. അപ്പം അപ്പോഴും എനിക്ക് ഇവനെ മനസ്സിലാവുന്നില്ല, അപ്പോഴും എനിക്ക് ഇവൻ ആരാണെന്നോ എന്താണെന്നോ ഒന്നും എനിക്ക് എന്ത് ചെയ്യുന്നില്ല, മനസ്സിലായിട്ടില്ല. അത് കഴിഞ്ഞ് ഞാൻ കുറച്ചിടെ അങ്ങോട്ട് കൊണ്ടുവന്ന് ഞാൻ സത്യസന്ധമായിട്ട് പറഞ്ഞു എൻ്റെ വീട് വയനാടാണെന്ന്, എൻ്റെ പേര് രാജി എന്നാണെന്നും എല്ലാ കാര്യങ്ങളും ഞാൻ ഇവനോട് പറഞ്ഞിട്ട് ആ പൈസയും ഞങ്ങൾ കൊടുത്ത് പോരാൻ നേരം. അപ്പോൾ ഞാൻ പറഞ്ഞു കുറച്ച് ഞങ്ങൾ അവരോട് സംസാരിച്ച് ഞാനങ്ങ് പോന്നു കഴിഞ്ഞിട്ട് കുറച്ച് അങ്ങോട്ട് ഇടയിലെത്തിയപ്പോഴത്തേനും ഈ പൈസയും കൊടുത്തു കുറച്ച് അങ്ങോട്ട് ഇടയിലെത്തിയപ്പോഴത്തേക്കും ഞാൻ ഈ പുതിയ നിയമസഭയിൽ നിന്ന് ചോദിച്ചതും ഞാൻ ഇവൻ്റെ മുഖം എല്ലാം കൂടെ എനിക്ക് ഓർമ്മ വന്നപ്പം എനിക്കിവരെ അറിയാം. കാരണം ഞാൻ അത്രയും ടെൻഷൻ ഈ വീട് നോക്കി എന്നൊരു വീട് കിട്ടാൻ വേണ്ടി ഇരിക്കുമ്പോൾ എനിക്കിതൊന്നും ചിന്തിക്കുന്നില്ല. ഞാൻ കുറേ നേരം കഴിഞ്ഞിട്ടാണ് എനിക്ക് ഇത് കത്തിയത്. അപ്പം ഞങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനും കണ്ണെന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം ഏർവാടി അങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ പോകുന്നു. അപ്പം ഞങ്ങൾ പോരുന്ന വഴിക്ക് ഒരു മുസ്ലിം പള്ളിയുണ്ട്, ആ പള്ളിയുടെ അവിടെ കയറി എന്നിട്ട് ഞാൻ കണ്ണനോട് പറഞ്ഞു കണ്ണാ എനിക്കിവനെ അറിയാം, എനിക്കറിയാം എന്ന് പറയലും ഞാൻ അങ്ങോട്ട് കരയുകയും ചെയ്തു. അപ്പോൾ എന്നോട് കണ്ണൻ ചോദിച്ചു വേണ്ടേ, വീട് വേണ്ടേ, നീ കരയാതെ എന്തായാലും നമ്മൾ അഡ്വാൻസ് പൈസ കൊടുത്തില്ല, ഇപ്പോഴത്തെ സാഹചര്യത്തിൽ നമുക്ക് എന്തായാലും ആ വീട് എടുത്തിട്ട് നമുക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നമുക്ക് മാറാമെന്നും പറയും. അങ്ങനെ പറഞ്ഞില്ല കണ്ണ, അങ്ങനെ പറയുകയും ചെയ്തു. എന്നിട്ട് എന്നെ കാണാൻ സമാധാനിപ്പിച്ച് ഞങ്ങൾ അങ്ങ് പോവുകയും ചെയ്തു. അപ്പോൾ 2-3 ദിവസം കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് തിരുവനന്തപുരത്തേക്ക് പോകേണ്ട ഒരു കാര്യങ്ങളുണ്ടായിരുന്നു. ഞങ്ങൾ തിരുവനന്തപുരത്ത് പോയി വരികയും ചെയ്തതിന് ശേഷം എന്ത് ചെയ്തു 10,000 രൂപയും കൂടെ ഇയാൾക്ക് കൊടുക്കണം. അപ്പോൾ ഞങ്ങളിങ്ങനെ നിന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും ഞങ്ങൾ വരാമെന്ന് പറഞ്ഞ സമയത്ത് ഞങ്ങൾ അങ്ങോട്ട് ചെന്നില്ല. അപ്പോൾ ഇയാൾ എന്ത് ചെയ്തെന്നറിയാം, ബ്രോക്കറെ വിളിച്ചിട്ട് ചോദിച്ചു. ആ ബ്രോക്കറിൻ്റെ പേര് ബേബി എന്നാണ്. ബ്രോക്കറെ വിളിച്ചിട്ട് ഇയാൾ ചോദിച്ചു ബേബി ചേട്ടാ അവർ വരത്തില്ലേ, അവരെന്താ വരുമെന്ന് പറഞ്ഞിട്ട് വരത്തില്ലേ എന്ന് ചോദിച്ചപ്പോഴത്തേക്കും ബേബി ചേട്ടൻ ഞങ്ങളെ വിളിച്ചപ്പോൾ ഞങ്ങൾ പറഞ്ഞു ഞങ്ങൾക്ക് കുറച്ച് ബാങ്കിൽ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു, ലൈറ്റായിപ്പോയി, അതുകൊണ്ട് ഞങ്ങൾ നാളെ വരത്തുള്ളൂ എന്ന് പറയുകയും ചെയ്തു. ഈ നാളെ വരുമെന്ന് പറഞ്ഞ സമയത്ത് ഇയാളുടെ കയ്യിൽ അയാൾ അഗ്രിമെൻ്റ് എഴുതിയിരിക്കുന്ന, അതായത് നമ്മളെ അവർക്ക് കൈവിട്ട് കളയാൻ മനസ്സില്ല. പിന്നെ അതുമല്ല ഇവർക്കും മനസ്സിലായി ഞാനാണെന്ന് ഇവർക്ക് മനസ്സിലായി. കാരണം ഞാൻ വയനാടാണെന്ന് എല്ലാം പറഞ്ഞിട്ടുണ്ട്, എല്ലാ കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട്. ഇവർ താരതമ്യം ചോദിച്ചപ്പോൾ ഞാനാണെന്ന് ഇവർ പറയുകയും ചെയ്തുകൊണ്ട്. അപ്പം ഈ ബേബി എന്ന് പറയുന്ന ആളുടെ അടുത്ത് ഇവരെന്ത് ചെയ്ത് എഗ്രിമെൻ്റ് എഴുതാനുള്ള പേപ്പറും കൊടുത്തുകൊണ്ട് ഞങ്ങളുടെ ആധാർ കാർഡും ഞങ്ങളുടെ മുദ്ര പേപ്പർ ഞങ്ങൾ മേടിച്ചിട്ടുണ്ടായിരുന്നു, അത് കൊടുത്ത് ഇവർ ഈ എഴുതുന്ന കാര്യങ്ങളെല്ലാം കൊണ്ടുവന്നപ്പോഴത്തേക്കും ഞങ്ങൾ വീട് എടുത്തിരിക്കുന്നത് 12-ാം തീയതിയാണ്. അപ്പം ഞങ്ങൾ താമസത്തിന് വരുന്ന 13-ാം തീയതി. അപ്പോൾ 13-ാം തീയതി തൊട്ട് 13-ആണോ 23-ആണോ 23-ാം തീയതിയാണ്. 23-ാം തീയതി ഞാൻ എഴുതിയ ആൾക്കാരോട് പറഞ്ഞു ഞങ്ങൾ 23-നാണ് താമസിക്കുന്നത്, 23-ാം തീയതി തൊട്ട് വാടക ഡേറ്റ് വെച്ചാൽ മതി. അങ്ങനെ എല്ലാം എഴുതി കഴിഞ്ഞു. ഞങ്ങൾ ഈ 10,000 രൂപ ഇങ്ങോട്ട് ഇവൻ്റെ വീട്ടിലോട്ട് കൊടുക്കാൻ വേണ്ടി പോയി. അപ്പോൾ ഞാൻ ഇതിൽ ഷോർട്ട് വീഡിയോ ഇട്ടിട്ടുണ്ട്, അത് നിങ്ങൾക്ക് കാണാം. കൊടുക്കുന്ന വീഡിയോസ് അതിനകത്തുണ്ട്, ഷോർട്ടിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. നിങ്ങളൊന്ന് ചെക്ക് ചെയ്താൽ ദേവലോകം ചാനലൊന്ന് ചെക്ക് ചെയ്താൽ അതിനകത്ത് കാണാൻ പറ്റും. അങ്ങനെ എന്ത് ചെയ്ത് ഈ 10,000 രൂപ കൊടുക്കുന്ന സമയത്ത് ഇവൻ എൻ്റെ അടുത്ത് ചോദിച്ചു രാജി അങ്ങ് ചോദിക്കാൻ വന്നപ്പോഴത്തേന് ഞാൻ എടുത്ത വില അങ്ങോട്ട് ചോദിച്ചു നിങ്ങൾ ബോംബെയിലുണ്ടായിരുന്നു എന്ന് ചോദിച്ചു. അപ്പോൾ ഇവർക്ക് മനസ്സിലായി ഇവർ ഉദ്ദേശിച്ച ആളാണെന്ന്. അപ്പം ഞാൻ ഈ വിഷയങ്ങളൊന്നും വേറെ ആൾക്കാർ അറിയണ്ടെന്ന് വിചാരിച്ച് ഞാൻ ഇവരെ കണ്ണ് കാണിച്ച് ഇപ്പോൾ സംസാരിക്കുന്നതുകൊണ്ട് ഇവൻ്റെ ഭാര്യ എന്തായാലും പാസ്റ്റർ ഭാര്യയല്ലേ. അപ്പോൾ ഞാൻ എന്ത് ചെയ്ത് ഇവളൊരു സംശയരോഗിയാണെന്നുള്ളത് എനിക്കറിയത്തില്ല, ഞാൻ ജസ്റ്റ് ഒന്ന് കണ്ടിട്ടേ ഉള്ളൂ. അപ്പം അതിനും കാരണമുണ്ട്, ഞാൻ നിങ്ങൾക്ക് ഇതൊക്കെ പറഞ്ഞുതരാം. അങ്ങനെ എന്ത് ചെയ്ത് ഞാൻ പുറത്തോട്ട് ഇവളെ മാറ്റി നിർത്തിയിട്ട് കുറേ കാര്യങ്ങളെല്ലാം ഞാൻ പറഞ്ഞ് സത്യസന്ധമായിട്ട് കേട്ടോ ഞാൻ പറയുന്നത്. പറഞ്ഞതിന് ശേഷം എന്ത് ചെയ്ത് ഇവർ വീട് വന്നു. അപ്പോൾ ഞാൻ
ഈ പുള്ളിക്കാരനോട് കണ്ണൻ എന്തോ സംസാരിച്ചപ്പോൾ പറഞ്ഞു, ആ കഴിഞ്ഞതും വന്നതൊക്കെ പൊയ്ക്കോട്ടെ, ഇനി നിങ്ങൾ നന്നായി നല്ലോണം നിങ്ങൾ ജീവിക്കുക എന്നൊരു ഡയലോഗും പറഞ്ഞു. അപ്പോൾ ഇവൻ്റെ ഒരു കട്ടിലും 2 സെറ്റി സോഫ സെറ്റിയും ഒരു കട്ടിലും ഒരു ചെറിയ കട്ടിലും അങ്ങനെ കുറച്ച് വീട്ടുപകരണങ്ങൾ, ഒരു ടീപ്പോ അങ്ങനെ കുറച്ച് വീട്ടുപകരണങ്ങൾ അതിനകത്ത് എടുക്കണം. അപ്പോൾ ഞാൻ പറഞ്ഞു, എനിക്കതൊന്നും മാറ്റിത്താ, കാരണം ഞാൻ സാധനം കൊണ്ട് വരുമ്പം അത് ബുദ്ധിമുട്ടല്ലേ എന്ന് പറഞ്ഞു. അപ്പോൾ ഇവരിതൊന്നും മാറ്റി എന്തായാലും പോയിട്ട് വാന്ന് പറഞ്ഞു എൻ്റെ അടുത്ത്. അങ്ങനെ എന്ത് ചെയ്ത് ഞാൻ ഈ സാധനം എടുക്കാൻ വേണ്ടി പോയിട്ട് തിരിച്ച് വന്ന സമയത്ത് ഈ സാധനങ്ങളൊക്കെ അവിടെ കിടപ്പുണ്ട്. അപ്പോൾ ഈ പുള്ളിക്കാരത്തി എന്നോട് ചോദിച്ചു, ഇതിനവൾക്ക് സംശയമാണ് കേട്ടോ, സംശയരോഗിയാണോ. അപ്പോൾ എന്ത് ചെയ്ത് ഞാൻ അവളോട് ചോദിച്ചു, അവൾ എൻ്റെ അടുത്ത് ചോദിച്ചു, എന്തിനാണ് കട്ടിൽ സാധനമൊക്കെ രാജി മാറ്റാൻ പറഞ്ഞത്. ഞാൻ പറഞ്ഞു, എനിക്ക് ഒരുപാട് വീട്ടു സാധനങ്ങളുണ്ട്, അതുകൊണ്ടൊന്നും എനിക്ക് ഇടാനായിട്ട് ഇടയില്ല. അപ്പോൾ എനിക്ക് പിന്നെ അതുകൊണ്ടാണ് ഞാൻ ആ ശരി എന്ന് പറഞ്ഞു. അപ്പോൾ പിന്നെ ഞങ്ങൾ എന്ത് ചെയ്ത് അവരുടെ കട്ടിലോട്ട് കൊണ്ടുവന്ന് ബെഡും ഇട്ടു. ഞങ്ങൾ ഒരു വിധത്തിൽ എന്ത് ചെയ്തു, ആ സെറ്റി സോഫയൊക്കെ അടുക്കി വെച്ചിട്ട് അതിൻ്റെ മുകളിലൊക്കെ ഞങ്ങളുടെ സാധനങ്ങളൊക്കെ എടുത്തങ്ങ് വെക്കുകയും ചെയ്തു. കുറച്ച് പൊട്ടിച്ചൊന്നുമില്ല, അത്യാവശ്യം വേണ്ടത് മാത്രം ഞങ്ങൾ പൊട്ടിച്ച് വെക്കുകയും ചെയ്തു. അങ്ങനെ ഞങ്ങൾ ഒരു വിധത്തിലൊക്കെ സെറ്റാക്കി ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്തപ്പോഴത്തേനും കണ്ണന്, അതായത് എലക്ഷൻ ഡ്യൂട്ടിയുടെ സമയമായപ്പോൾ കണ്ണന് ജോലി ഈ എലക്ഷൻ്റെ ഒക്കെ ഈ ടെൻറ്റിന് കുറച്ച് ആർട്ട് വർക്കോ അങ്ങനെ എന്തോ ഉണ്ടായിരുന്നുകൊണ്ട് കണ്ണൻ ജോലിക്ക് അങ്ങ് പോവുകയും ചെയ്തു. അന്ന് കണ്ണന് വരാൻ പറ്റിയില്ല, കാരണം ആ വർക്ക് ചെയ്ത് തീർത്തു കൊടുക്കേണ്ടതുകൊണ്ട് കണ്ണൻ അന്ന് വരാൻ പറ്റിയില്ല, കണ്ണൻ വന്നതുമില്ല. അങ്ങനെ പിറ്റേ ദിവസം ഞാൻ കണ്ണനെ വെയിറ്റ് ചെയ്യും. കണ്ണനോട് പറഞ്ഞു, ഉച്ചയാകുമ്പത്തേനും ഞാൻ എത്തും, ഉച്ചയാകുമ്പത്തേനും തീരുമെന്ന് പറഞ്ഞു. കാരണം നമുക്ക് പണി വേണം, പണിയില്ലെങ്കിൽ ഞങ്ങൾക്ക് കാര്യങ്ങളൊന്നും നടക്കത്തില്ല. ഒരു വിധത്തിലൊക്കെയാണ് വീട് മാറുന്നവർക്കറിയാം, ഞങ്ങൾ ഒരുവിധം കാര്യങ്ങളൊക്കെ അഡ്ജസ്റ്റ് ചെയ്തൊന്ന് ജീവിച്ച് വരുമ്പോഴത്തേക്കും ഞങ്ങൾക്ക് അവിടെ നിന്ന് മാറാനാവും. അങ്ങനെ ആകുമ്പോൾ ഞങ്ങൾക്ക് ഒരുപാട് കഷ്ടങ്ങളൊക്കെ ഉണ്ട്. പോട്ടെ, അതൊക്കെ പോട്ടെ, എന്തെങ്കിലും ആവട്ടെ. അപ്പോൾ കണ്ണന് അന്ന് ഉച്ചയായപ്പോഴത്തേനാണ് കണ്ണൻ വന്നത്. കണ്ണൻ വരുന്നതിന് ഒരു കുറച്ച് മുമ്പ് ആശാ വർക്കറും ഹരിത കർമ്മസേനയും പറഞ്ഞു വിട്ടിട്ടുണ്ട്. അത് പറഞ്ഞു വിട്ടത് ഇവൻ തന്നെയാണെന്ന് എനിക്ക് നല്ല ഉറപ്പുണ്ട്. ആശാ വർക്കർ വന്നിട്ട് കുറേ ഡയലോഗ് ചോദിച്ചപ്പോൾ എന്ന് പറഞ്ഞാൽ അവൻ്റെ ഗേറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ താമസിക്കുന്ന വീടിൻ്റെ ഗേറ്റ് ഇത്തിരി ബുദ്ധിമുട്ടാണ്. അതിങ്ങനെ ഒരു ആണുങ്ങൾ പൊക്കിയെടുത്ത് വലിച്ച് അങ്ങനെ ഇട്ടാലേ അത് ഇതാക്കുള്ളൂ. അടയ്ക്കുന്ന ആൾക്ക് തന്നെ അത് തുറക്കാനും പറ്റത്തില്ല, കാരണം എൻ്റെ കൈയുടെ എല്ലൊക്കെ പൊട്ടിയിരിക്കുന്നതുകൊണ്ട് എനിക്ക് അതിൻ്റെ മുകളിൽ അധികം ഇതാക്കാൻ പറ്റും. പിന്നെ അതിൻ്റെ അപ്പുറത്തൂടെ ഒരു സൈഡിലൂടെ ഒരു വഴിയുണ്ട്, അതിലേ നമുക്ക് അത്യാവശ്യം വെളിയിലോട്ട് പോകാം. ആരെങ്കിലും വന്നാൽ ആ ഗേറ്റ് തുറന്നു കൊടുക്കാൻ പറ്റത്തില്ല. അപ്പം ഞാൻ ഇവരോട് പറഞ്ഞു, ഗേറ്റ് തുറക്കാൻ പറ്റത്തില്ല, നിങ്ങൾ അവിടെ നിന്ന് എന്താണ് കാര്യം എന്താണെന്ന് പറഞ്ഞോളാം പറഞ്ഞു. അപ്പോൾ ഈ സ്ത്രീ എടുത്തു വരെ എൻ്റെ അടുത്ത് പറഞ്ഞു, ഞങ്ങൾക്കൊക്കെ മാന്യതയുള്ള ആളുകളാണ്, നിങ്ങളെപ്പോലെ വലിയ പാറാവുകാരല്ല, എന്തൊക്കെയോ അവിടെ നിന്ന് പറയുന്നുണ്ട്. അതിനെ കണ്ടു കഴിഞ്ഞാൽ അറിയാം ഒരു ജാതി, ഞാനതൊന്നും പറയുന്നില്ല, അങ്ങനെയാണ് അത്, നിങ്ങളെന്താണെന്ന് ഊഹിച്ചെടുത്തോളൂ. ഒരു വിവരവും ഇല്ല, ഒരു ക്വാളിറ്റി ഇല്ല. ആശാ വർക്കർ എന്ന് പറയുമ്പോൾ അപ്പം ഞാൻ വേറൊരു ആശാ വർക്കറോട് കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കിയപ്പം, അതായത് ഒരു വീട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ ആ വീട്ടിലുള്ളവരുടെ നിലപാടനുസരിച്ചിട്ട് വേണം അവരോട് സംസാരിക്കാൻ. ആ വീട്ടിലുള്ളവർ ചിലപ്പോൾ BP ഉള്ളവരായിരിക്കും, BP ഇല്ലാത്തവരായിരിക്കും, എങ്ങനെയാണെങ്കിൽ അവരുടെ നിലപാടനുസരിച്ചിട്ട് വേണം ആശാ വർക്കർമാർ സംസാരിക്കാനെന്ന് ടീച്ചിങ് കൊടുത്തിട്ടാണ് ഇവരെ വിടുന്നതെന്ന് എന്നോട് തിരുവനന്തപുരത്തുള്ളൊരു ആശാ വർക്കറുണ്ട്, എൻ്റെ ഒരു ഫ്രണ്ട്. അവരെന്നോട് എന്ത് ചെയ്തിട്ടുണ്ട്, ഈ കാര്യം പറഞ്ഞു തരികയും ചെയ്തു. എന്നിട്ട് ഇവരെന്ത് ചെയ്തു, ഇവർ ചോദിച്ചതിനൊക്കെ ആൻസർ ചെയ്യാൻ കൊടുത്ത് ഇവരത് എഴുതി. മതി, എനിക്ക് കിട്ടേണ്ട കാര്യങ്ങൾ കിട്ടിയെന്ന് പറഞ്ഞുള്ള ഒരു പേപ്പറിനകത്ത് എന്തോ കുറച്ച് പേഴ്സിലിട്ടിട്ട്, അപ്പോൾ ഇവളുടെ കയ്യിൽ കുറച്ച് ബ്ലീച്ചിങ് പൗഡറുണ്ട്. അപ്പോൾ ഇവിടെ അപ്പുറത്തെ വീട്ടിനകത്ത് ഇങ്ങനെ ഇതേ സെയിം ഡയലോഗ് തന്നെയാണ്, ഉരുളയ്ക്ക് ഉപ്പേരിയാണ് ഇവൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആ വീട്ടിലെ ചേച്ചി ചോദിച്ചു, എനിക്ക് കുറച്ച് പ്രഷറിൻ്റെ ഗുളിക തരാൻ പറ്റുമോ എന്ന് ചോദിച്ചപ്പോൾ എടുത്ത കാര്യം ഇവർ പറഞ്ഞാൽ എന്താണെന്ന് അറിയാം, നിങ്ങൾക്ക് വേണമെങ്കിൽ ആശുപത്രിയിൽ പോയിട്ട് പരിശോധിച്ചിട്ട് പോയി മേടിച്ചോ പ്രഷറിൻ്റെ ഗുളിക എന്നൊക്കെ പറഞ്ഞ് ഡയലോഗ് പറഞ്ഞു. അപ്പോൾ ഈ അടുത്ത വീട്ടിലെ ചേട്ടൻ പറയുകയും ചെയ്തു, ആ കൊച്ചു തന്നെയുള്ളൂ, അവർക്ക് ഗേറ്റ് തുറക്കാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞില്ലേ, ഇനി പിന്നെ എന്തിനാണ് നിന്ന് സംസാരിക്കുന്നതെന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ കുറച്ച് ബ്ലീച്ചിങ് പൗഡർ തരുമോ എന്ന് ചോദിച്ചപ്പോൾ ഇവളെടുത്ത കാര്യം പറഞ്ഞു, തരാനൊന്നും പറ്റത്തില്ലെന്ന്, അത് കുറച്ച് കൊടുക്ക്. അപ്പോഴും ഇയാൾ അടുത്ത വീട്ടിലെ പറഞ്ഞുകൊണ്ട് കുറച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു, എന്നാൽ വേണ്ടില്ല, ഇവരോട് കുറച്ച് മേടിച്ചിട്ടേ ഉള്ളു കാര്യം എന്ന് പറഞ്ഞു ഞാൻ കുറച്ച് ബ്ലീച്ചിങ് പൗഡർ കവറെടുത്ത് അവളെ കൊണ്ട് തന്നെ ഞാൻ ഇടിക്കുകയും ചെയ്തു. കാരണം അവൾ ഇത്രയൊക്കെ പറഞ്ഞിട്ട് പോയതല്ലേ, അപ്പോൾ എന്തെങ്കിലും ഒരു പണി തിരിച്ചും കൊടുക്കണമല്ലോ. അവൾ അങ്ങ് പോവുകയും ചെയ്തു. അവൾ പോയതിൻ്റെ പുറമെ ഹരിത കർമ്മസേന വന്നു. പ്ലാസ്റ്റിക്, ഞാൻ പറഞ്ഞു എൻ്റെ വീട്ടിൽ പ്ലാസ്റ്റിക് ഇല്ല. അതെന്താ നിങ്ങൾക്ക് പ്ലാസ്റ്റിക് ഇല്ലാത്തത്? ഞാൻ പറഞ്ഞു ഞങ്ങൾ സാധനം മേടിക്കാറില്ല, ഞങ്ങളിപ്പോൾ ഷിഫ്റ്റ് ചെയ്ത് വന്നുള്ളൂ, അതുകൊണ്ട് സാധനം മേടിക്കാറില്ല, അതുകൊണ്ട് പ്ലാസ്റ്റിക് ഇല്ല. എന്നാൽ വേണ്ടൂല, നിങ്ങളെ നമ്പർ ഇങ്ങോട്ട് തന്നെ, ഞാൻ വിളിച്ച് മെമ്പറിനെ എന്നാൽ ഞാൻ പറഞ്ഞു എന്നാൽ നീ അങ്ങോട്ട് പറയാം. അല്ല, ഞാൻ ഓണറോട് മേടിക്കും നിൻ്റെ അഡ്രസ്സ്. ഞാൻ പറഞ്ഞു എന്നാൽ നീ മേടിക്കടി എന്ന്, ഞാൻ ഇത്രയും കാര്യം, എന്നാൽ നീ പോയി മേടിക്ക്, ഓണറോട് പോയി മേടിക്കാൻ പറഞ്ഞു. എൻ്റെ അനുവാദം ഇല്ലാതെ ഓണർ നിനക്ക് അഡ്രസ്സ് തരുന്നതെന്ന് കാണട്ടെ.
ഇത്രയും ഞാൻ പറയുകയും ചെയ്തു, ഇത്രയും ഞാൻ സംസാരിച്ചില്ല. കാരണം ഇവളോട് ഞാൻ പ്ലാസ്റ്റിക്കില്ല, പുതിയതായിട്ട് ഷിഫ്റ്റ് ചെയ്ത് വന്നപ്പോൾ നമ്മളിതെല്ലാം ഒഴിവാക്കിയിട്ട് എല്ലാം നീറ്റായിട്ട് വന്നിരിക്കുന്നത്. എനിക്ക് പ്ലാസ്റ്റിക് ഇല്ല, എൻ്റെ സാധനങ്ങൾ മാത്രമേ ഉള്ളൂ എൻ്റെ കയ്യിൽ, ഉപയോഗിക്കുന്ന സാധനങ്ങൾ മാത്രമേ ഉള്ളൂ എൻ്റെ കയ്യിൽ. ഞാൻ സത്യസന്ധമായിട്ട് കാര്യം പറയുകയും ചെയ്തു. എൻ്റെ അടുത്തില്ലെങ്കിൽ പിന്നെ ഞാനങ്ങനെ അതുമല്ല, ഞാൻ എവിടെയും ഞാൻ ഹരിത കർമ്മസേനയ്ക്ക് ഞാൻ പ്ലാസ്റ്റിക് കൊടുക്കാറില്ല. ഞങ്ങൾ അത്യാവശ്യം എന്ന് പറഞ്ഞാൽ ഞങ്ങൾ പകുതി സമയം യാത്രയിലാണ്. പിന്നെ ഞങ്ങൾ എന്തെങ്കിലും സാധനം മേടിച്ചുകൊണ്ട് വന്നാൽ ഞാൻ സഞ്ചിയും കൊണ്ട് പോയിട്ടാണ് സാധനം മേടിച്ചുകൊണ്ട് വരുന്നത്. എൻ്റെ വീട്ടിൽ പ്ലാസ്റ്റിക് ഇല്ല കൊടുക്കാൻ. ഇതാണ് കാര്യം. എനിക്ക് 50 രൂപ കൊടുക്കാനില്ല, കാരണം എനിക്ക് വാടക കൊടുക്കാനുണ്ട്, കറണ്ട് ബില്ല് അടയ്ക്കാനുണ്ട്, വാട്ടർ ബില്ല് അടയ്ക്കാനുണ്ട്. ഇതിനിടയിൽ 50 രൂപ കൂടെ കൊടുക്കാനില്ല. 50 രൂപ ഉണ്ടെങ്കിൽ എനിക്ക് പാൽ മേടിക്കാം. അപ്പോൾ ഇതാണ് കാര്യം. അപ്പോൾ ഞാൻ കൊടുത്തില്ല. അതങ്ങ് കഴിഞ്ഞിട്ട് ഈ ഒരു പ്രശ്നത്തെ തുടങ്ങി അങ്ങ് ഭയങ്കരമായിട്ട് എന്നെ അങ്ങോട്ട് വഷളാക്കി. അത് കഴിഞ്ഞ് ഭയങ്കര പ്രശ്നമായി. ഞാൻ അവിടെ നിന്ന് കുറച്ച് ദിവസം മാറി നിൽക്കേണ്ടി വന്നു. അങ്ങനെയൊക്കെ കുറച്ച് പ്രശ്നങ്ങൾ നല്ലോണം ഉണ്ടായിട്ടാണ് ഞാൻ 41 ദിവസം വ്രതമായിട്ട് ഞാൻ തിരിച്ചു വരുന്നത്. അപ്പോൾ 2 പൂച്ചക്കുഞ്ഞിനെ കൊണ്ടുവന്നിരുന്നു. പൂച്ചക്കുഞ്ഞിനെ എന്ത് ചെയ്തിട്ട് പിറ്റേ ദിവസം എന്ത് ചെയ്തിട്ടുണ്ട്, കഴുത്ത് വെട്ടിയിട്ടിട്ടുണ്ട്. ഒരിക്കലും കണ്ടം പൂച്ച ഒരു പൂച്ചയെ കടിച്ച് കീറത്തില്ല. അതും നമ്മൾ അന്വേഷിച്ച് വെച്ചിരിക്കുകയാണ്. കണ്ടം പൂച്ച ഒരിക്കലും പൂച്ചേനെ കടിച്ച് കീറി കൊല്ലത്തില്ല. 2 പൂച്ചേനെ കൊണ്ടുവന്നു, 2 പൂച്ചേനെ കഴുത്ത് തലയ്ക്കടിച്ച് കൊന്ന് അവിടെ ഇട്ടിട്ടുണ്ട്. ഒരു പൂച്ചേനെ മുറ്റത്ത് വെച്ചും ഒരു പൂച്ചേനെ സിറ്റ് ഔട്ടിൽ ഇട്ടിട്ടും എന്ത് ചെയ്തിട്ടുണ്ട്, അടിച്ച് കൊന്നു. പിന്നീടാണ് എനിക്കിത് കഥകളൊക്കെ കത്തി. അത് കഴിഞ്ഞതിന് ശേഷം ഞാനും കണ്ണനും കൂടെ ഒന്നും വേണ്ടിയില്ല, പൂച്ചക്കുഞ്ഞിനെ ഞങ്ങൾ കുഴിച്ചിട്ടു. പിന്നെ അങ്ങനെ 3 പൂച്ചയെ കൊണ്ടുവന്നു. 3 പൂച്ചേനെ ഇതാ സ്ഥിതി. അത് കഴിഞ്ഞ് ഞാനും കണ്ണനും കൂടെ എന്ത് ചെയ്തു, ഞങ്ങൾ തമിഴ്നാടോ എവിടെയോ ഞങ്ങൾ യാത്ര ചെയ്യാനായിട്ട് ഞങ്ങൾ പോയിട്ട് തിരിച്ചു വന്ന സമയത്ത് ഞങ്ങൾ രാത്രിയിലാണ് എത്തിയത്. ഞങ്ങൾ ഒരു രാത്രിയിൽ ഞങ്ങൾ യാത്ര ചെയ്യാൻ പോകും, ചിലപ്പോൾ രാത്രിയിലാണ് എത്താറുള്ളത്. അങ്ങനെ വന്നതിന് ശേഷം ഞങ്ങൾ രാവിലെ വീട്ടിലെ പണികളെല്ലാം കഴിഞ്ഞ്, അന്ന് ചിങ്ങം 1 കർക്കിടകം 1 എന്തോ വിശേഷ ദിവസം ഉണ്ടെന്ന്, ചിങ്ങം 1 തിങ്ങം 1 തോന്നുന്നു. അങ്ങനെ ഞങ്ങൾ എന്ത് ചെയ്തു, അമ്പലത്തിൽ പോയി. അമ്പലത്തിൽ രാവിലെ പോയി 12 മണിയായപ്പോഴത്തേനും വന്നു. അന്ന് ചൊവ്വാഴ്ചയും കൂടെയാണെന്ന് തോന്നുന്നു. പിന്നെ വൈകുന്നേരം ഞങ്ങൾ അമ്പലത്തിൽ പോയിട്ട് അപ്പോൾ ഈ അടിയിൽ കൂടെ നല്ല പണി നടക്കുന്നുണ്ട് കേട്ടോ. അതൊക്കെ എനിക്ക് അറിയാൻ പറ്റുന്നത്. ഒരു ദിവസം ഇവൻ എന്നെ ചെക്ക് ചെയ്യാനായിട്ട് വന്നു, എൻ്റെ വീട്ടിൽ എന്താ നടക്കണേന്ന് അറിയാൻ. അപ്പോഴും കണ്ണന് മനസ്സിലായില്ല, എനിക്ക് മനസ്സിലായി. ഇവൻ ബൾബ് ഇട്ട് തരാമെന്നുള്ള രീതിയിൽ എന്ത് ചെയ്തു, ഒരാളെ കൊണ്ട് വന്നിട്ട് നൈസായിട്ട് ഇവൻ എന്ത് ചെയ്ത് പോവുകയും ചെയ്തു. അപ്പം എനിക്ക് കത്തി, ഇവൻ എന്നെ ചെക്ക് ചെയ്യാനായിട്ട് വന്നതാണെന്നുള്ളത് എനിക്ക് കാര്യം മനസ്സിലായി. പിന്നെ ലൈറ്റും ഇല്ല, അഡ്രസ്സും ഇല്ല, ഒന്നുമില്ല. അത് കഴിഞ്ഞിട്ട് ഞാനും കണ്ണനും കൂടെ വൈകുന്നേരം ഞങ്ങൾ ഗണപതി ക്ഷേത്രത്തിൽ പോയിട്ട് തിരിച്ചു വരുമ്പോൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഇവനും ഇവൻ്റെ ഭാര്യയും കൂടെ അടുത്ത വീട്ടിൽ നിന്ന് എന്ത് ചെയ്യുന്നുണ്ട്, ഇറങ്ങി പോകുന്നുണ്ട്. ഞങ്ങളെ കണ്ടുകൊണ്ട് പെട്ടെന്ന് എന്ത് ചെയ്ത് സ്പീഡിൽ പോയി. പല പ്രാവശ്യവും ഇവൻ എൻ്റെ അടുത്ത് വീടെടുക്കുമ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ, ഞാൻ ഇങ്ങോട്ടേക്ക് വരത്തില്ലെന്നാണ്. ഞങ്ങൾ എവിടെയെങ്കിലും പോണ സമയത്താണ് ചെക്ക് ചെയ്യാനും പരിശോധിക്കാനും വന്നിട്ട് ഞങ്ങളെ കണ്ടു കഴിയുമ്പോഴത്തേനും കള്ളന്മാരും വരുന്ന നടക്കുന്ന പോലെ മുങ്ങിക്കളയും. അപ്പോഴും ഞങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ട്. ഓണറല്ല, ഞങ്ങളൊന്നും മിണ്ടാറില്ല. ഞങ്ങൾ വീടിൻ്റെ മുറ്റത്തൂടെയാണ് നടപ്പും എടുപ്പും ഒക്കെ. ഞങ്ങൾക്ക് ഇന്ന് വരെ ഇങ്ങനത്തെ ഒരു കെട്ട ഒരു സ്ഥലത്ത് ഞങ്ങൾ ഇന്ന് പെട്ടിട്ടില്ല കേട്ടോ. ഒരു ഹൗസ് ഓണറാണെങ്കിൽ പോലും ഞങ്ങളെ ശല്യം ചെയ്യാനായിട്ട് വന്നിട്ടുമില്ല. ഒരു കാര്യത്തിനും വന്നിട്ടില്ല. ഞങ്ങൾ കറക്റ്റ് വാടക കൊടുക്കുമ്പോൾ ആരും ഞങ്ങൾ ഹൗസ് ഓണർമാർ ഞങ്ങളെ ശല്യം ചെയ്യാൻ വന്നിട്ടില്ല. മാക്സിമം ഞങ്ങളെ സഹായിച്ചിട്ടേ ഉള്ളൂ ആളുകൾ. അങ്ങനെ എന്ത് ചെയ്ത് ഇവൻ അങ്ങ് പോയി കഴിഞ്ഞപ്പോൾ ഞാൻ ചോദിച്ചു, എന്താണ് നിങ്ങളിപ്പോൾ വന്നിട്ട് ഓടിപ്പോണേന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു, ഞങ്ങൾക്കൊരു പരാതി കിട്ടിയിട്ടുണ്ട്, രാജി എന്തെങ്കിലും പുകയ്ക്കുന്നുണ്ടോ. ഞാൻ ചോദിച്ചു, എന്ത് പുകയ്ക്കുന്നു? ഞാൻ പുകയ്ക്കാറില്ല, ചന്ദനത്തിരി കത്തിക്കാറുണ്ട് പറഞ്ഞു. ഞാൻ കത്തിക്കുന്ന ചന്ദനത്തിരിയാണ് ഇതിപ്പോൾ എന്ന് പറഞ്ഞാൽ മാരി ഗോൾഡ് ആണോ, മാരി ഗോൾഡ് എന്ന് പറഞ്ഞാൽ ചന്ദനത്തിരിയാണ്. പിന്നെ ഞാൻ ഉപയോഗിക്കുന്ന 3-1 പിന്നെ ചെമ്പകം, റോസ്, മുല്ല ഇങ്ങനെയൊക്കെയുള്ള ചന്ദനത്തിരികൾ ഫ്ലേവർ അനുസരിച്ച് ഞാൻ മാറ്റി ഞാൻ മേടിക്കാറുണ്ട്. ഞാൻ ചന്ദനത്തിരി കത്തിക്കുന്നുണ്ട്. ഞാൻ വാടക കൊടുത്ത് എൻ്റെ വീടിൻ്റെ തിണ്ണയിൽ തൂക്കുവിളക്കും ചന്ദനത്തിരിയും കത്തിക്കുന്നതിന് ഇവനെന്ത് പാട്? ചന്ദനത്തിരി കത്തിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ അതങ്ങ് പറഞ്ഞങ്ങ് പോയി കുറച്ച്. പിന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ, നമ്മൾ വീട് വാടകയ്ക്ക് എടുക്കാൻ ചെന്നതിന് ശേഷം തൊട്ട് ഫ്രണ്ടിൽ ഒരു കല്യാണം കഴിക്കാത്ത ഒരു ആൾ താമസിക്കുന്നുണ്ട്. അവൻ്റെ പേര് സുമിത്ത് എന്നാണ്. അവൻ മാരുതി ഷോറൂമിലങ്ങാണ്ട് ജോലിയുണ്ട്. 48-50 വയസ്സ് 55 വയസ്സങ്ങാണ്ടുണ്ട്. ഇവനെന്ന് പറഞ്ഞാൽ നല്ല മദ്യപാനിയാണ്. ഇവൻ പകൽ വളരെ മാന്യനാണ്. രാത്രിയാകുമ്പോൾ വെള്ളം അടിച്ചിട്ട്, അപ്പോൾ നമ്മുടെ സിറ്റ് ഔട്ടിലിരുന്ന അവരുടെ സിറ്റ് ഔട്ടും അവരുടെ റൂമും നമ്മുടെ വീടിനകത്തിരുന്ന അവരുടെ റൂമുകളെല്ലാം നമുക്ക് കാണാൻ പറ്റും. കുറച്ച് അകലാണ്. അപ്പം പിന്നെ സിറ്റ് ഔട്ട് ഫ്രണ്ടിലാണ്. എന്നാൽ ഇവർക്ക് നമ്മളെ കാണാം, നമുക്ക് ഇവരെയും കാണാം.
ഇവൻ എന്ത് ചെയ്യും, കള്ള് കുടിച്ചിട്ട് നേരെ വന്നിട്ട് എന്ത് ചെയ്യും, നമ്മുടെ സിറ്റ് ഔട്ടിൻ്റെ അവിടെ, ഞങ്ങൾ സിറ്റ് ഔട്ടിൻ്റെ അവിടെ ചായ കുടിക്കാനും വിളക്ക് കത്തിച്ചിട്ടൊക്കെ അവിടെ ചുമ്മാ ശാന്തി എടുത്തിരിക്കുന്ന സമയത്ത് നമ്മുടെ സിറ്റ് ഔട്ടിൻ്റെ അവിടെ വന്നുകൊണ്ട് കള്ളും കുടിച്ചിട്ട് എന്ത് ചെയ്യും, മൂത്രം ഒഴിക്കും. ഇതൊരു നിൽക്കുന്നുണ്ടല്ലേ. അപ്പോൾ എന്ത് ചെയ്യും, അന്ന് മൂത്രം ഒഴിക്കും. ഇത് കുറേ പ്രാവശ്യമായി കഴിയുമ്പോൾ ഇവൻ ഇങ്ങനെ തുണിയും പൊക്കി പിടിച്ച് നമ്മുടെ ഇങ്ങോട്ട് തിരിഞ്ഞ് മൂത്രം ഒഴിക്കുമ്പോൾ, ഞാനൊരു ലേഡിയല്ലേ, ഞങ്ങൾ ഫാമിലിയായിട്ട് താമസിക്കുന്നത്, അത് ശരിയല്ലല്ലോ. അപ്പോൾ ഒരു 2-3 പ്രാവശ്യം ഇതേ സെയിം ആവർത്തി കണ്ട് പിന്നെ ടെറസിൻ്റെ മുകളിൽ കയറിയിട്ടിട്ട് മൂത്രം ഒഴിക്കും. നമ്മളെ കാണിക്കാനാണ്, നമ്മൾ അവിടെ നിന്ന് എണീറ്റ് പോകാനാണ് ഇവൻ ഈ കോലാഹലം മുഴുവൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ എന്ത് ചെയ്ത് പിന്നെ ഞങ്ങൾ ഇത് ഹൗസ് ഓണറോട് പറഞ്ഞു. ഹൗസ് ഓണറോട് കണ്ണം പറഞ്ഞു, ഇങ്ങനെ ഒരു വിഷയമുണ്ട്, ഞാനവിടെ നെറ്റ് വലിച്ചു കെട്ടാൻ പോവാം, നിങ്ങളൊന്ന് പറഞ്ഞു വിലക്ക്, ഞാൻ നെറ്റ് കെട്ടാൻ പോകാമെന്ന് പറഞ്ഞപ്പോഴത്തേനും ഒരു ഭാര്യയും ഭർത്താവും കൂടി എന്ത് ചെയ്തു, അവരോട് ചെന്ന് പറയുകയും ചെയ്തു, നെറ്റ് വലിച്ച് കെട്ടുകയും ചെയ്തു. ഇതാണ് തുടക്കം. ഈ നെറ്റ് വലിച്ചു കെട്ടി ഇവിടെ നിന്നാണ് തുടങ്ങുന്നത് സംഭവം, അരങ്ങേറുന്നത്. നെറ്റ് അങ്ങോട്ട് വലിച്ചു കെട്ടിയെന്ന് പറഞ്ഞാൽ നമ്മളെന്തിനാണ് നെറ്റ് വലിച്ചു കെട്ടി, അവൻ മൂത്രം ഒഴിക്കുക, അവൻ്റെ വീടിൻ്റെ തിണ്ണയല്ലേ, നമുക്കത് നമ്മളവിടെ ഇരിക്കുമ്പോൾ നമുക്കൊരു ശല്യം വേണ്ടെന്ന് ഓർത്ത് നെറ്റ് അങ്ങോട്ട് നമ്മൾ വലിച്ചു കെട്ടിയത്. ആ ഓണറേയും കൊണ്ട് അവരോട് പോയി പറയിപ്പിച്ചിട്ട് അവരുടെ അപ്പൻ്റെ അമ്മയുടെ സമ്മതത്തിലാണ് നമ്മൾ ഈ നെറ്റ് വലിച്ചു കെട്ടുന്നത്. കെട്ടിക്കൊള്ളാന്ന് പറഞ്ഞു. നെറ്റ് അങ്ങോട്ട് കെട്ടിക്കഴിഞ്ഞ് ഞങ്ങൾ ഈ യാത്ര കഴിഞ്ഞ് വരുമ്പോൾ ഒരു ദിവസം ഈ ചന്ദനത്തിരിയുടെ പ്രശ്നം പറഞ്ഞ അന്ന് തന്നെ ഞങ്ങൾ വന്നപ്പോൾ ഈ നെറ്റ് വലിച്ച് പൊട്ടിച്ചിട്ടിട്ടുണ്ട്, പൂച്ചക്കുഞ്ഞിനെ കൊന്നു, അങ്ങനെ കുറേ പ്രശ്നങ്ങളുണ്ട്. അപ്പം കണ്ണൻ എൻ്റെ അടുത്ത് പറഞ്ഞു, ഒന്നും മിണ്ടണ്ട, കണ്ടില്ല കേട്ടില്ല എന്ന് പറഞ്ഞ് നിൽക്കാമെന്ന് പറഞ്ഞു. കണ്ണൻ ഇത് രണ്ടാമത് കെട്ടി വെക്കുകയും ചെയ്തു. അത് കഴിഞ്ഞ് അന്ന് രാത്രിയിലാണ് ഈ പ്രശ്നങ്ങളൊക്കെ നടക്കുന്നത്. ഞാൻ നേരെ എന്ത് ചെയ്തു, ആദ്യം ചരട് വലിച്ചപ്പോഴേ പോലീസ് സ്റ്റേഷനിൽ കൊണ്ടൊരു കംപ്ലയിൻറ്റ് കൊടുത്തു. എനിക്കറിയാം ഇത് ലാസ്റ്റ് ഇങ്ങനായി തീരുമെന്ന്. അപ്പം നമ്മൾ മുന്നമേ കൊണ്ട് കൊടുത്തു, ഒരു പരാതി ഞാൻ കൊടുത്തു, അതിൻ്റെ റെസീറ്റ് വാങ്ങി ഇവരെ വിളിപ്പിക്കുകയും ചെയ്തു. അന്ന് ഞങ്ങളെയും കൂടെ വിളിപ്പിച്ച് ഇതിനൊരു പരിഹാരം ഉണ്ടാക്കിയത് ഇത് ഇത്രയും ഇതാവില്ല. അവരെന്ത് ചെയ്തു, നിങ്ങൾക്ക് പരാതി ഇല്ലല്ലോ എന്ന് പറഞ്ഞ് റിലീസ് ചെയ്തങ്ങ് വിട്ടിട്ട് ഈ മെമ്പറിൻ്റെ ഭർത്താവ് പല പ്രാവശ്യവും എൻ്റെ വീടിൻ്റെ ഗേറ്റിൻ്റെ മുമ്പിൽ ഞാൻ അടിച്ചു വാരിക്കൊണ്ട് നിൽക്കുന്ന സമയത്ത് കറങ്ങി തിരിഞ്ഞ് വന്നിട്ട് നമ്മളിങ്ങനെ അടിച്ചു വരുമ്പോഴത്തേക്കും അങ്ങ് മുന്നോട്ട് തിരിഞ്ഞ് തുണി പൊക്കി കാണിച്ചിട്ട് ഇയാൾ എന്ത് ചെയ്യും, പോകും. അത് 1-2 പ്രാവശ്യം. ഞാനിതൊന്നും മൈൻഡ് ചെയ്യുന്നില്ല, എല്ലാം കണ്ണടച്ച് പൂട്ടാണ്, കാരണം വാരി കെട്ടിപ്പോകാൻ സ്ഥലമില്ലല്ലോ. അത് കഴിഞ്ഞിട്ട് ഇവനും ഉണ്ട് ഈ ചന്ദനത്തിരിയുടെ പ്രശ്നം വന്നപ്പം ഇവനും ഈ ഓണറിൻ്റെ പേര് ജേക്കബ്, അവൻ്റെ പേര് സുമിത്ത് എന്ന് പറയുന്നവനാണ് ഈ പ്രശ്നക്കാരൻ. അപ്പോൾ ഈ മെമ്പറിൻ്റെ ഭർത്താവും കൂടെ വന്നിട്ട് ഇവരുടെ വീട്ടിൽ വെച്ചിട്ട് പറയാണ്, എടാ നീ അങ്ങോട്ട് ഒഴിക്കടാ മൂത്രം. ഇവൻ പറഞ്ഞു കൊടുക്കണം, മെമ്പറിൻ്റെ ഭർത്താവാണ്, ശിശുപാലകൻ അല്ലെങ്കിൽ മാതൃകാ പുരുഷൻ, മെമ്പറിൻ്റെ ഭർത്താവാണ്, അവനാണ് പറഞ്ഞു കൊടുക്കണത്, നീ അങ്ങോട്ട് നിന്ന് മുള്ളടാ. അവനോട് പറഞ്ഞു കൊടുത്തിട്ട് അങ്ങോട്ട് പോയി കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, എന്നാൽ നീ ചന്ദനത്തിരി ഏത് ബ്രാൻഡാണ് കത്തിക്കുന്നതെന്നും കൂടെ ഒന്ന് പറഞ്ഞു തരാൻ പറ്റുമോ എന്ന് ചോദിച്ചു. അപ്പോൾ എന്ത് ചെയ്ത് 3-1 കത്രിക്ക് വൈറ്റ് കത്തിക്കുന്നു പറഞ്ഞു. പിന്നെ അവൻ്റെ അമ്മച്ചിയുടെ കൂമ്പും കത്തിക്കാൻ പറഞ്ഞു. ഞാൻ പറയണില്ല ബാക്കിയൊന്നും. അങ്ങനെ അങ്ങോട്ട് വന്നിട്ട് ഇവന് വീഡിയോയും തുറന്നു വെച്ച് എൻ്റെ അടുത്ത് കുറേ അങ്ങോട്ട് ബഹളം ഉണ്ടാക്കി കഴിഞ്ഞാൽ ഞാനും നല്ലോണം കൊടുത്തു കഴിഞ്ഞപ്പോൾ ഇവൻ എൻ്റെ അടുത്ത് തുറന്ന് എന്താ അറിയാമോ, ഇവൻ്റെ തന്ത വന്നിട്ട് പറഞ്ഞു കാലും കൈ വിട്ടു. അപ്പോൾ പിന്നെ കാലും കൈ വെട്ടുന്നൊന്നും കാണണമല്ലോ. ഞാൻ നേരെ എന്ത് ചെയ്ത് പോലീസ് സ്റ്റേഷനിൽ കണ്ണനെയും കൂട്ടി പോന്നു. പോലീസുകാർ രാത്രിയിൽ അവിടെ വന്ന് എന്ത് ചെയ്ത് ഇവരെ വീട്ടിൽ ഇവരെ വലിച്ചിറക്കി സംസാരിപ്പിച്ചു. എന്ത് ചെയ്ത് സ്റ്റേഷനിലേക്ക് വിളിച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ കൊണ്ട് 3-1 കൊണ്ട് കാണിച്ചു കൊടുത്തു, ഞാൻ കത്തിക്കുന്ന ബ്രാൻഡ്. അപ്പോൾ ഇവരുടെ ധാരണ എന്താ പറയുക, നമ്മളെ വീട്ടിൽ എന്താണെന്നുള്ളതാണ് ഇവർക്ക് കാണേണ്ടത്. അങ്ങനെ അവിടെ നടപടി ആവുന്നില്ലെന്ന് കണ്ടപ്പോൾ ഞാൻ അഡീഷണൽ അതിന് മുകളിലിരിക്കുന്ന ആർക്കോ കൊടുത്ത എസ് പിക്ക് പരാതി കൊടുത്തപ്പോൾ എസ് പി DYSPക്ക് കൈമാറി പരാതി അന്വേഷിക്കാൻ പറഞ്ഞു. ഞാൻ അന്ന് രാത്രി എന്ത് ചെയ്തു, അത്യാവശ്യം തുണി സാധനങ്ങളൊക്കെ എടുത്തിട്ട്, എനിക്ക് ഒരു ബുദ്ധിമുട്ട് അവിടെ നിൽക്കാനായിട്ടുള്ളൊരു പ്രയാസം കൊണ്ട് അത്യാവശ്യം തുണി സാധനങ്ങളെല്ലാം എടുത്ത് എനിക്ക് കൊണ്ടുപോകാനുള്ള വിളക്ക് സാധനങ്ങളൊക്കെ എടുത്തു. എൻ്റെ പൂജാ റൂമിലെ സാധനങ്ങളൊക്കെ വൃത്തിയാക്കി വെച്ചു. എൻ്റെ ബാക്കിയുള്ള സാധനങ്ങളെല്ലാം അടുക്കി പെറുക്കി ഇവിടെ വെച്ച് കണ്ണനോട് ഞാൻ പറഞ്ഞു 10:30 ആകുമ്പത്തേനും നമ്മൾ ഇവിടുന്ന് വിടും, എല്ലാ സാധനങ്ങളും റെഡിയാക്കിക്കോളാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ എല്ലാ കാര്യങ്ങളും ഇറക്കി. 2 ചാവി തന്നിട്ടുണ്ടായിരുന്നു, ആ ചാവിയെല്ലാം എടുത്ത് എനിക്ക് വേണ്ടുന്ന തലയിൽ വയ്ക്കുന്ന എണ്ണ, അങ്ങനെ എനിക്ക് അത്യാവശ്യം വേണ്ടുന്ന കാര്യങ്ങളൊക്കെ വേണമല്ലോ, അതൊക്കെ ഞാൻ എടുത്ത് ബാഗ് വണ്ടിയിൽ പാക്ക് ചെയ്തിപ്പോൾ കണ്ണൻ എന്നോട് പറഞ്ഞു, സാധാരണ ഞാൻ അങ്ങ് പൂട്ടിയാൽ മതിയായിരുന്നു, പക്ഷെ ഞാൻ ചെയ്തില്ല. കണ്ണൻ ഈ ടെൻഷനും കാര്യങ്ങളുടെ ഇടയ്ക്ക് കണ്ണൻ പറയുന്നത് കണ്ണന് ടെൻഷൻ ആവേണ്ട ഒരു കാര്യങ്ങളൊന്നുമില്ല. എന്നോട് കണ്ണൻ പറഞ്ഞ് ഇറങ്ങി നടക്കാൻ പറഞ്ഞു. ഞാനായിരുന്നു അത് കൃത്യം പൂട്ടി വന്നേ. അങ്ങനെ എന്ത് ചെയ്തു,
ഇറങ്ങി നടക്കാൻ പറഞ്ഞു. ബാഗിൽ വണ്ടിയിൽ എല്ലാ സാധനങ്ങളെല്ലാം വലിച്ച് വാരി കെട്ടി എല്ലാം വെച്ച് കഴിഞ്ഞിട്ട് കണ്ണൻ അവിടെ ചാവി വെച്ചതാണോ വീട് പൂട്ടിയിട്ടുണ്ടായിരുന്നു. കണ്ണൻ എടുത്ത് പറഞ്ഞു വീട് പൂട്ടിയെന്ന് പറഞ്ഞു. അപ്പം വീട് പൂട്ടിയിട്ട് ചാവി അവിടെ വെച്ചിട്ട് പോയി. ഞങ്ങൾ ഈ DYSPക്ക് പരാതിയും കൊടുത്ത് ഞങ്ങൾ വണ്ടിയിൽ പോയി. നേരം വെളുത്ത് കഴിഞ്ഞപ്പോഴത്തേക്കും ഞങ്ങൾക്ക് DYSP ഓഫീസിൽ നിന്ന് ഫോൺ വന്നപ്പോൾ ഞങ്ങൾ അവരോട് കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ട് പറഞ്ഞു നിങ്ങളെന്നാ വരുന്നതെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു ഞങ്ങൾക്ക് ഇപ്പോൾ പെട്ടെന്ന് വരാൻ പറ്റില്ല, കാരണം ഞാൻ ഒത്തിരി ടയേർഡായി, ടെൻഷനും കാര്യം. കാരണം നിങ്ങൾക്കറിയാം ഒരു 5-6 മാസം കൊണ്ട് നമ്മൾ ഒരുപാട് പ്രശ്നങ്ങൾ അനുഭവിക്കുന്നു. ഞാനും ഒരു മനുഷ്യനല്ലേ, എത്ര പൂജയും പ്രാർത്ഥന ഉണ്ടെന്ന് പറഞ്ഞാലും ഞാനും ഒരു മനുഷ്യനാണ്. അപ്പം ഞാൻ ഒരുപാട് ടെൻഷനും കാര്യങ്ങളൊക്കെ എടുത്തിട്ടാണ് എനിക്ക് അവിടെ നിൽക്കാൻ പറ്റാതെ ഞാൻ പോയി. കണ്ണനോട് ഞാൻ പറഞ്ഞു, പോലീസ് കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോൾ കാര്യങ്ങളെല്ലാം ഞങ്ങൾ പറയുകയും ചെയ്ത് കഴിഞ്ഞപ്പോൾ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ എൻ്റെ വയ്യാഴികയൊക്കെ മാറി ഞാനൊന്ന് ഓണായപ്പോൾ ഞാൻ പിന്നെ DYSPയെ വിളിച്ചപ്പോൾ ഇയാൾ എൻ്റെ അടുത്ത് പറയുക ആണ് നിങ്ങൾ വീടൊന്നും പൂട്ടിയിട്ടില്ല, അതുകൊണ്ട് ഞങ്ങൾ പറഞ്ഞു വീടൊക്കെ പൂട്ടണം, അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് കയറി അതിനകത്ത് കയറി കണ്ട കള്ളുകൂടിയനെ ചെമ്മനെയും ചെരുപ്പൂത്തീനെയൊക്കെ വലിച്ചു കയറ്റി വീഡിയോ എല്ലാം എടുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറി പൂജാ റൂമൊക്കെ കണ്ട് കേട്ട് ഇവന് മനസ്സമാധാനം. ഒന്ന്, ഞാൻ പണിതിരിക്കുന്ന പരദേവതയുടെ വാൾ അതിനകത്ത് ഇരിപ്പുണ്ട്, എല്ലാ പൂജ സാധനങ്ങളും അതിനകത്തുണ്ട്, പാത്രങ്ങൾ, ഉരുളികൾ, വിളക്കുകൾ, തൂക്കുവിളക്ക്, എല്ലാ സാധനവും അതിനകത്തുണ്ട്. കൊടുങ്ങല്ലൂർ അമ്മയുടെ വാളും ചിലമ്പും എല്ലാം ഉണ്ട്. എല്ലാവരും കയറി കണ്ട് വീഡിയോ എടുത്തു. ഞാനൊരു കാര്യം പറയാം, ഞാനിപ്പോൾ ഒന്നും പ്രതികരിച്ചില്ലെങ്കിലും കൊടുങ്ങല്ലൂർ അമ്പലത്തിൽ നിന്ന് അകത്തുനിന്ന് പൂജിച്ചെടുത്തിരിക്കുന്ന വാളാണത്, ചിലമ്പാണത്. എൻ്റെ സ്വകാര്യ സ്വത്തുക്കളാണതെല്ലാം. അമ്മയുടെ മുതലാണ്, സ്വകാര്യ സ്വത്തുക്കളാണ്, അതിൻ്റെ കാവൽക്കാരിയാണ്, ഞാനത് സൂക്ഷിക്കുന്ന ആളാണ്. അപ്പം അത് ഞാൻ എൻ്റെ കയ്യിലാണ് കൊണ്ടു നടക്കുന്നത്. എനിക്കിപ്പോൾ അത് വേറെ സ്ഥലത്തൊന്നും കൊണ്ടു വയ്ക്കാൻ പറ്റത്തില്ല. ഞാനത് വളരെ പവിത്രതയോടുകൂടി കൊണ്ടു നടക്കുന്നതാണ്. അതിപ്പോൾ ആർക്കും കണക്ക് കൊടുക്കേണ്ട കാര്യങ്ങളൊന്നും ഇല്ല. പല സാധനങ്ങളുണ്ട് അവിടെ. ഇപ്പം എന്ന് വെച്ചാൽ ഞാൻ ഓരോ സാധനങ്ങൾ കളക്ട് ചെയ്ത് വെക്കും. ഇനി ഒരുപാട് സാധനങ്ങൾ കളക്ട് ചെയ്യാനുണ്ട്. ഇനി ഒരുപാട് സൈസ് നീളമുള്ള ഒരു സൈസ് പണ്ട് രാജാക്കന്മാരുടെ കാലത്തുള്ള സൈസ് വാളുണ്ട്. അങ്ങനത്തെ ഒരു വാള് കാര്യങ്ങളൊക്കെ ഞാൻ കണ്ടു വെച്ചിരിക്കുന്നുണ്ട്. അങ്ങനെ പല സാധനങ്ങളും എനിക്ക് അടുപ്പിച്ച് വെക്കാനുണ്ട്. പല ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള പല സാധനങ്ങളുണ്ട് അതിനകത്ത്. അപ്പോൾ അതൊക്കെ ചെയ്ത് വെക്കണം. അത് എൻ്റെ ആവശ്യത്തിൽപ്പെട്ടത്. അങ്ങനെ അതെനിക്ക് പറയേണ്ട കാര്യങ്ങളോ അതാരും കാണിക്കേണ്ട കാര്യങ്ങളോ അതൊക്കെ എൻ്റെ സ്വകാര്യ സ്വത്തുക്കളാണ്, ഭൂസ്വത്ത് ആണത്. അത് പരദേവതയുടെ വാളും ചിലമ്പും എൻ്റെ പൂജാ കാര്യങ്ങളിൽപ്പെട്ട കാര്യങ്ങൾ. അത് ആർക്കും അതെല്ലാവരുടെ ഇപ്പോൾ എല്ലാ മനുഷ്യരുടെ കയ്യിലും ഉണ്ടാവും ഓരോ സ്വകാര്യ സ്വത്തുക്കൾ കാണും. അത് ഇപ്പം ആർക്കും ചെയ്യേണ്ട കാര്യങ്ങളൊന്നുമില്ല. ഞാൻ പൂജാ റൂമിനകത്താണ് ഇതിൻ്റെ പ്രെയർ ചെയ്യുന്ന എൻ്റെ റൂമിനകത്താണ് വെച്ചിരിക്കുന്നത്. അങ്ങനെ ഇവരെല്ലാവരും കയറി കണ്ട് ഇവരെന്ത് ചെയ്യുന്നറിയാമോ, എൻ്റെ അടുത്ത് ഈ ചെയ്ത DYSP എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു പൊട്ടനായതുകൊണ്ടല്ലോ ഇതെല്ലാം വിളിച്ച് എൻ്റെ അടുത്ത് പറഞ്ഞു തന്നത്. ഇയാൾ എൻ്റെ അടുത്ത് പറഞ്ഞു ഞങ്ങൾ വീട് പൂട്ടി. അപ്പം ഞാൻ ചോദിക്കട്ടെ, ഞാൻ വാടക കൊടുക്കുന്നുണ്ട്, എൻ്റെ അനുവാദവും പെർമിഷനും ഇല്ലാതെ നമ്മൾ വാടക വീടാണെങ്കിലും 11 മാസത്തേക്ക് അത് എൻ്റെ വീട് തന്നെയാണ്. അവിടെ ഒരാൾ അനുവാദം ഇല്ലാതെ കയറാൻ പാടില്ല. അല്ലെങ്കിൽ പോലീസുകാർ വന്നു കഴിഞ്ഞാൽ എന്നെ വിളിക്കണം, അവിടെ കയറുന്നുണ്ട്, ഞങ്ങളിങ്ങനെ നിങ്ങളുടെ വീട്ടിൽ വന്നിട്ടുണ്ട് എന്ന് പറയും. ഇവരാരും വിളിച്ചിട്ടില്ല. ഇവരുടെ ഇഷ്ടത്തിന് എന്ത് ചെയ്തു, ഇവരെല്ലാം ചെക്ക് ചെയ്ത്. അപ്പോൾ ഇന്നാണ് ഞാൻ അറിയുന്നത് ഇവർ കലക്ടർക്ക് ഒരു പരാതി കൊടുത്തിട്ടുണ്ട്. കലക്ടറുടെ അടുത്ത് നിന്ന് അന്വേഷണത്തിന് അവിടെ ആൾക്കാർ വന്നു. അപ്പോൾ അവർ പറഞ്ഞ എന്താണെന്നറിയാമോ, ഇവൻ വിചാരിക്കുന്നുണ്ട് എനിക്ക് ബന്ധങ്ങളില്ല, കാരണം ഞാനിങ്ങനെ നിൽക്കുന്നുണ്ടെങ്കിൽ എനിക്ക് നല്ല ബന്ധങ്ങളും പിടിപാടുകളും അവിടെ ഇവിടെയൊക്കെ ഉണ്ട്. അപ്പോൾ ഇവൻ വിചാരിച്ച് ഞാനിതൊന്നും അറിയത്തില്ലെന്ന്. അപ്പോൾ ഇതിനിടയ്ക്ക് BJPയുടെ കുറച്ച് ആൾക്കാർ എന്ത് ചെയ്തിട്ടുണ്ട്, ഇവൻ്റെ അവിടെ അന്വേഷണത്തിന് പോയി. അത് കഴിഞ്ഞതിന് ശേഷം വേറെ ആൾക്കാരെല്ലാം ഈ പ്രശ്നങ്ങൾ അന്വേഷിക്കുന്നുണ്ട് ഞാൻ പറയുന്നത് അനുസരിച്ച്. അപ്പോഴാണ് ഞങ്ങൾ ഇന്നാണ് അറിയുന്നത് ഇവൻ കലക്ടർക്ക് കൊണ്ടൊരു പരാതി കൊടുത്തു. ഈ പറങ്ങണ്ടി അടുപ്പിനകത്ത് ഇടുമ്പോഴേ, നല്ല പറങ്ങണ്ടിയാണെങ്കിൽ എന്ത് ചെയ്യും, അത് ചീറ്റി നല്ല രീതിയിൽ നമ്മൾ തല്ലിയെടുത്താൽ പരിപ്പ് തിന്നാൻ കിട്ടും. ചില പറങ്ങണ്ടി എന്ത് ചെയ്യും, ചീറ്റിപ്പോവും. അവൻ കുറേ എണ്ണം അങ്ങോട്ട് വാരിയിട്ട് ആദ്യം ഇവൻ അയൽവാസികളെ കൂട്ടുപിടിച്ചു. അപ്പോൾ ഇവൻ്റെ ഭാര്യ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഞങ്ങൾ അയൽവാസികൾ കംപ്ലൈൻറ്റ് ഇങ്ങനെ തന്നു കഴിഞ്ഞാൽ ഞങ്ങൾ മാറ്റുമെന്ന്. പിന്നെ ഇവർക്ക് സംശയരോഗ്യമാണ്. അപ്പോൾ ഇതിനിടയ്ക്കുള്ള ഒരു ദിവസം എൻ്റെ അടുത്ത് സംസാരിച്ച് വെള്ളമില്ലെന്ന് പറഞ്ഞ സമയത്ത് ഇവളെ വിളിച്ചപ്പം ഇവൾ ഒരു 3-4 നമ്പറിൽ എന്നെ വിളിച്ച്. എന്നിട്ട് ഇവൾക്ക് അറിയണം ഞാൻ എങ്ങനെയാണ് അവിടെ വാടകയ്ക്ക് വന്നിരിക്കുന്നതെന്ന് ഇവർക്ക് അറിയണം. അതിനുള്ള തത്രപ്പാടാണ്. കാരണം ഞാനൊരു പ്രാർത്ഥിക്കുന്ന ഒരാളാണ്, എനിക്കെല്ലാം മനസ്സിലാക്കാനുള്ള നല്ല കഴിവുണ്ട്. ഇവനാണെങ്കിൽ പരിശുദ്ധാത്മാവിൻ്റെ ഇവന് ഞായറാഴ്ച അങ്ങ് 10:30 ആകുമ്പോൾ തുടങ്ങി കഴിഞ്ഞാൽ 12 മണി വരെ അവിടെ ആരാധനയുണ്ട്. കുറേ പെണ്ണുങ്ങൾ വന്ന് മൈക്കിനകത്ത് പറഞ്ഞ് ഭയങ്കര പാട്ടും പ്രാർത്ഥനയൊക്കെയാണ്. പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം അങ്ങോട്ട് കയറി തുള്ളലാണ്. അറിയാലോ നിങ്ങൾക്ക് ബന്ധിക്കോസാരവർ. ഞാൻ ചോദിക്കട്ടെ,
ഇവൻ്റെ ഭാര്യയ്ക്ക് നല്ല ദർശനം ഉണ്ടായിരുന്നെങ്കിൽ, ഇവൻ്റെ ഭാര്യയ്ക്ക് നല്ല പ്രാർത്ഥനാ ജീവിതം, അല്ലെങ്കിൽ ഇവന് നല്ല പ്രാർത്ഥനാ ജീവിതം ഉണ്ടായിരുന്നെങ്കിൽ ഇവന് സ്വപ്ന ദർശനം കിട്ടിയേന്, അല്ലെങ്കിൽ പ്രാർത്ഥിക്കുമ്പോൾ ദൈവികമായ അരുളപ്പാട് കൊടുത്തേന്. ഇങ്ങനെ ഒരാൾ വരുന്നുണ്ട്, വാളും പരിചയമൊക്കെ ആയിട്ടാണ് വരുന്നതെന്നൊരു അരുളപ്പാട് കിട്ടിയത്. നല്ല പാസ്റ്ററായിരുന്നെങ്കിൽ കിട്ടിയത്. ഈ പെന്തിക്കോസ്താരൻ്റെ വീട്ടിലേക്കാണ് ഞാൻ ഈ കൊടുങ്ങല്ലൂർ അമ്മയുടെ വാളും ചിലമ്പൊക്കെ ആയിട്ട് ചെന്ന് കയറിയത്. മനസ്സിലായില്ലേ? ഇവൻ അതൊന്നും അറിയത്തില്ല എന്താണ്. നല്ല പാസ്റ്ററായിരുന്നെങ്കിൽ, നല്ല പാസ്റ്റർ ഭാര്യയായിരുന്നെങ്കിൽ എന്ത് ചെയ്യുന്നത്, ദർശനത്തിൽ കിട്ടിയേനെ, അല്ലെങ്കിൽ എന്നെ തിരിച്ചറിയാനുള്ളൊരു കഴിവുണ്ടായിരുന്നു. അപ്പം ഇവൻ കഴിഞ്ഞ ദിവസം കണ്ണൻ്റെ ഒരു കൂട്ടുകാരൻ വിളിച്ചപ്പോൾ ഉണ്ടല്ലോ, ഇവനെ അടിച്ച് പൂക്കുറ്റിയായിട്ടാണ് കിടക്കണത്. നല്ലോണം പണമുണ്ട് അവന് പണത്തിൻ്റെ മുകളിലാണ് അവൻ കൊഴുപ്പ് കാണിക്കുന്നത്. ഒരു പട്ടീനെ വളർത്തിയിട്ടുണ്ട്, കറുത്തൊരു പട്ടീനെ. ചുറ്റുമായിട്ടുള്ള എല്ലാ ആൾക്കാരും എതിരാണ്. എതിരായിട്ടാണ് ഈ വരുന്ന ഒരു ചന്ദനത്തിരി കത്തിച്ചേ, ഒരു ചന്ദനത്തിരി കത്തിക്കുക, എതിരായിട്ടാണ് ഈ വരുന്ന വാടകക്കാരെ മൊത്തം എന്ത് ചെയ്യണത്, വരുന്നവരെല്ലാം അവിടുന്ന് കംപ്ലൈൻറ്റ് പറഞ്ഞ് മാറ്റി വിടുന്നത് ഇവനോട് എതിരാണ്. അത് ചിന്തിക്കാൻ പോലും ഈ പൊട്ടന് ബുദ്ധിയില്ല. ഇവൻ്റെ പാട്ടും പ്രാർത്ഥനയ്ക്കും എതിരായിട്ടാണ് ഇവർ ഈ കാണിക്കണത്. ഒന്നാമത് ഈ മെമ്പറിനും കുടുംബത്തിനും ആ വസ്തുക്കൾ തട്ടിയെടുക്കാൻ നല്ല മോഹമുണ്ട്. കാരണം കൃഷി ചെയ്യുമല്ലോ. അപ്പോൾ വേറെ ഇനി വാടകക്കാരെങ്ങാനും വന്ന് ഇനിയിപ്പോൾ ഞാനും പരിചയമുണ്ട്, എനിക്കെങ്ങാനും ഇതെങ്ങാനും എഴുതി തന്നെങ്കിലോ എന്ന് ഓർത്തിട്ടാണ് ഇവരുടെ ചെറുപ്പ്. അപ്പോൾ അങ്ങനെ കുറേ കാര്യങ്ങൾ ഇതിനകത്തുണ്ട്. ഞാൻ എന്തിനാണെന്നറിയാം വീഡിയോയിൽ ഇതൊക്കെ പറയുന്നത്. അങ്ങനെ ഇവൻ എന്ത് ചെയ്ത് കളക്ടറേറ്റിൽ പരാതി കൊടുത്തു. അങ്ങനെ കളക്ടറിൻ്റെ അവിടുന്ന് അന്വേഷണത്തിന് ആൾ വന്നപ്പോൾ ഇവൻ്റെ കയ്യിലാണല്ലോ പൂട്ടി ചാവി ഇവനെടുത്തിരിക്കുകയാണ്. അവിടുന്ന് കളക്ടറിൻ്റെ ആൾക്കാരെല്ലാം വീടിനകത്ത് കയറി നോക്കുമ്പോൾ എൻ്റെ പൂജാ റൂമും എൻ്റെ ഡ്രസ്സ്, എൻ്റെ വീട്ടു സാധനം, ഞങ്ങളൊരു ഫാമിലിയായിട്ട് ജീവിക്കുന്നു. സാധാരണപ്പെട്ടവരുടെ ഒരു വീട്ടിലുള്ള എല്ലാ കാര്യങ്ങളും എൻ്റെ വീട്ടിലുണ്ട്, എല്ലാ കാര്യങ്ങളുണ്ട്. അപ്പോൾ അവർ ചോദിച്ചെന്ന്, ഞങ്ങൾ ഇതിനകത്ത് എന്ത് പരാതി എടുക്കാൻ, അവർ ഫാമിലിയായിട്ട് ജീവിക്കുന്നില്ല, ഇതിനൊന്നും പരാതി എടുക്കാൻ പറ്റില്ലെന്ന് പറഞ്ഞ് ഇവരങ്ങ് പോയി. അപ്പോൾ ഇവനെ എറിഞ്ഞ ഓലപ്പടക്കം എന്ത് ചെയ്ത് ചീറ്റിപ്പോയി, കത്തിയില്ല. നല്ലോണം പടക്കം മേടിക്കുമ്പോൾ എന്ത് ചെയ്യണം, നല്ല പടക്കം നോക്കി വേണ്ടേ മേടിക്കാൻ. ഇവ വാങ്ങിയത് എന്ത് ചെയ്ത് നനഞ്ഞതായിരുന്നു, അതുകൊണ്ട് അതങ്ങനെ ആയിപ്പോയി. അപ്പം ഞാൻ ഇത്രയും ദിവസം വേണ്ടാന്ന് വെച്ചപ്പോൾ ഇന്നിപ്പോൾ ഇവൻ എൻ്റെ അനുവാദം ഇല്ലാതെ കളക്ടറിനെയൊക്കെ കൊണ്ടുവന്ന് അതിനകത്ത് കയറ്റി. അപ്പോൾ ഇവൻ എന്ത് അധികാരത്തിലാണ് ഇവൻ ഇത് ചെയ്യുന്നത്? എന്നോടുള്ള പരിചയത്തിൻ്റെ പേരിലാണോ ഇവൻ ചെയ്യുന്നത്? അല്ലെങ്കിൽ എന്ത് ഇതിലാണ് ഇവൻ ഇതൊക്കെ ചെയ്യുന്നത്? ഇവന് നാണമാനമില്ലേ, ബുദ്ധിയില്ല, ഇവന് പൊട്ടനാണ്. അപ്പോൾ ഞങ്ങൾ അവിടെ ചുറ്റുവട്ടത്തൊക്കെ അന്വേഷിച്ചപ്പോൾ ഇവനെക്കുറിച്ച് ഉള്ള വാർത്തകൾ എന്താണെന്നറിയാം, ഇവൻ പല വീടുകളിൽ ഒളിഞ്ഞു നോക്കും. പിന്നെ നമ്മുടെ ബാത്റൂം പുറത്താണ് ഉള്ളത്. അപ്പം സാധാരണ ഞങ്ങൾ വീടെടുക്കുമ്പോൾ എല്ലാ ബാത്റൂമുകളും ഉള്ളിലാണ്. ഇവൻ പല സമയത്ത് ഞാൻ കുളിക്കാൻ കയറുന്ന സമയത്ത് ഇവൻ ആ ഗേറ്റിൻ്റെ അവിടെ കാണും, വാഴയുടെ അവിടെ കാണും. എന്നിട്ട് ഇവൻ നമ്മൾ നോക്കുമ്പോൾ എന്ത് ചെയ്യും, മൂത്രം ഒഴിക്കുന്ന പോലെ അഭിനയിച്ചിട്ട് ഇവൻ അവിടെ നിന്ന് മാറിക്കളയും. കാരണം ഞാനിതൊന്നും വേണ്ടാന്ന് വെച്ചിട്ട് ഞാൻ മിണ്ടാതിരിക്കും. അവന് പാസ്റ്ററാണ് പോലും. പിന്നെ പല ആളുകൾ അവിടെ വരുന്നുണ്ട്, പല പെണ്ണുങ്ങൾ അവിടെ വന്നിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, മൂക്കുത്തിയതും മൂക്കുത്താത്തതും അങ്ങനെയുള്ള പല സൈസ് പെണ്ണുങ്ങൾ അവിടെ വരുന്നുണ്ട്. നമ്മളിത് ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവ എടുത്ത പോലെ പറയുന്നത് ഭാര്യയുടെ അനിയത്തിയാണ്. ഭാര്യയ്ക്ക് എത്ര അനിയത്തിയുണ്ട്? ലോകത്തുള്ളവരെല്ലാം ഭാര്യയുടെ അനിയത്തിയാണ്. അപ്പോൾ ഇവൻ്റെ വേലത്തരങ്ങൾ, ഇങ്ങനെ പല വേലത്തരങ്ങളും ഉണ്ട് ഇവന്. അത് അവൻ എന്തും ആയിക്കോട്ടെ, അത് അവൻ്റെ വീട്, അവൻ്റെ സ്ഥലം, അവൻ എന്ത് വേണമെങ്കിലും ആവാം. എല്ലാ പോക്കൃത്തനവും കാണിച്ചിട്ട് മറ്റുള്ളവരുടെ ചട്ടിയിൽ കൈയിട്ട് നക്കാനും കൂടെ എന്ത് ചെയ്യരുത്, വരരുത്. കാരണം എനിക്ക് വീട് തന്നതാണ് നീ. വീടും തന്നിട്ട് പൈസയും മേടിച്ചിട്ട് അഡ്വാൻസ് മേടിച്ച് എല്ലാ മാസവും നീ ആ കറക്റ്റ് സമയമാകുമ്പോൾ നീ ഫോൺ വിളിക്കുമ്പോൾ നീ ആ മതിലിൻ്റെ അവിടെ വന്നിട്ട് ഒപ്പിട്ട് മേടിച്ചിട്ട് ചിരിച്ചുകൊണ്ട് പോകുമല്ലോ, പൈസ എണ്ണി നോക്കാൻ പറഞ്ഞ് എണ്ണി നോക്കിയിട്ട്. എന്നിട്ട് നീ ഈ മാതിരി പോക്കൃത്തരം കാണിക്കണം എൻ്റെ അടുത്ത്. നിന്നെ ഞാൻ വെറുതെ വിടൂല മോനെ, നിന്നെ ഞാൻ വെറുതെ വിടൂല. ഞാനിങ്ങനെ കുളിച്ചിട്ട്, ഞാൻ ഇതുവരെ എൻ്റെ പ്രേക്ഷകരുടെ മുമ്പിൽ ഞാൻ നല്ല മാന്യമായിട്ടാണ് വന്നത്. കുളിച്ചിട്ട് എനിക്ക് ഇടാൻ വസ്ത്രം പോലും ഇല്ലാണ്ട് ഞാൻ മുണ്ടും കെട്ടി അതിൻ്റെ പുറത്ത് ഷാളും വന്ന് കെട്ടിയിട്ട് ഞാൻ ഇങ്ങനെ വന്നിരുന്ന് വീഡിയോ ചെയ്യണമെങ്കിൽ ഉണ്ടല്ലോ, ഒരു കാരണമില്ലാതെ ചെയ്യത്തില്ല. മനസ്സിലായില്ലേ? നീ വലിയ പെന്തിക്കോസിലെ പാസ്റ്ററാണായിരിക്കും, നിനക്ക് പണമുണ്ട്, പ്രധാനമുണ്ട്. ഒരു തുമ്മിയാ തെറിക്കുന്ന പനി വന്നു കഴിഞ്ഞാൽ നിൻ്റെ പണം അവിടെ തീരും. നല്ലൊരു രോഗം പിടിപെട്ട് കഴിഞ്ഞാൽ എല്ലാം തീരാനേ ഉള്ളൂ. കാരണം അത് ഓടിയാൽ നിനക്ക് ചിലപ്പോൾ മുഴുക്കൂല. പിന്നെ നിൻ്റെ മക്കളൊക്കെ കാനഡയിലൊക്കെ അല്ലേ ഇരിക്കണേ, കല്യാണം കഴിഞ്ഞപ്പോൾ അങ്ങ് പോയതേ ഉള്ളൂ. അതൊക്കെ ജീവിച്ചിരിക്കുമെന്നും അല്ലെങ്കിൽ അതൊക്കെ അങ്ങോട്ട് കല്യാണം കഴിഞ്ഞ് പോയി അതൊക്കെ എത്രമാത്രം സക്സസ് ആവുമെന്ന് നിനക്കെങ്ങനെ അറിയാൻ പറ്റും? നിൻ്റെ ഈ സ്വഭാവത്തിന് നീ എന്നോടും എൻ്റെ ഭർത്താവിനോടൊക്കെ കാണിക്കുന്ന ഈ വേദന, മുകളിലിരിക്കുന്ന ദൈവം എന്ന് പറയുന്ന ഒരാളുണ്ടടാ ജേക്കബ്. ദൈവത്തിനെ ആരും കണ്ടിട്ടില്ല, പെന്തിക്കോസ്കാരനും കണ്ടിട്ടില്ല, ഹൈന്ദവനും കണ്ടിട്ടില്ല, മുസ്ലിമും കണ്ടിട്ടില്ല, ആരും കണ്ടിട്ടില്ല. ഞാനും കണ്ടിട്ടില്ല ദൈവത്തിനെ. മനസ്സിലായോ? പിന്നെ നിനക്ക് കാണിച്ചു തരാൻ പറ്റുമെങ്കിൽ നീ ഒന്ന് കാണിച്ചു, മാജിക്കായിട്ടോ മന്ത്രമായിട്ടോ നീ കാണിച്ചതാ എനിക്ക്. നീയാണ് ഏറ്റവും വലിയ മന്ത്രവാദി. നീയാണ് ആളുകളെ കഞ്ഞി വെച്ച് പയറും കലക്കി അച്ചാറും മേടിച്ചിട്ടിട്ട് ആളുകളെ പറ്റിക്കണ 1-ാം നമ്പർ മന്ത്രവാദിയാണ് നീ.
ഞാൻ ആരെയും പറ്റിച്ചിട്ടില്ല, ഞാൻ ആരെയും പറ്റിക്കാറുമില്ല. എൻ്റെ വീട്ടിലോട്ട് ആരും വന്നിട്ടുമില്ല. നമുക്ക് പക്ഷേ എൻ്റെ ഫോൺ കോളിലും ഇഷ്ടംപോലെ ആളുകളുണ്ട്, എനിക്ക് എന്നെ ബന്ധപ്പെടുന്നതും ഞാൻ ഇടപെടുന്ന ആളുകളുണ്ട്. അവരെയൊന്നും ഞാൻ പറ്റിച്ചിട്ടില്ല കേട്ടോ ജേക്കപ്പേ. എൽസമ്മേ, നിനക്കിട്ട് ഞാൻ വെച്ചിട്ടുണ്ട്. നിൻ്റെ സംശയരോഗം ആദ്യം നീ പ്രാർത്ഥിച്ച് മാറ്റുക. നിനക്ക് നീ വിചാരിക്കുന്നുണ്ട് നിൻ്റെ മോന്ത കാണുമ്പോൾ അതൊന്നും ഞാൻ മനസ്സിലാക്കുന്നില്ല, നിൻ്റെ മോന്തത്തല കാണുമ്പോൾ അതൊന്നും ഞാൻ മനസ്സിലാക്കുന്നില്ലാണ് നിൻ്റെ വിചാരം. നിനക്ക് സംശയമാണ് നിൻ്റെ ഭർത്താവിന്. നീ ഒരു കാര്യം ചെയ്യും, നീയും നിൻ്റെ ഭർത്താവായ ജേക്കബിനെയും കൂട്ടി നല്ല പാസ്റ്ററുണ്ട്, IPCയിലും ചർച്ച കോഡിലൊക്കെ നല്ല പാസ്റ്റർമാരുണ്ട്, നല്ല കൗൺസിലിംഗ് ആയിരുന്നു നല്ല പാസ്റ്റർമാരുണ്ട്. അവിടെ പോയിട്ട് നിൻ്റെ സംശയരോഗം ആദ്യം ഒന്ന് മാറ്റ് എൻ്റെ എൽസമ്മ. അത് കഴിഞ്ഞിട്ട് കാമപ്രാന്തു അതൊക്കെ ഒന്ന് മാറ്റും. നീ ഇവളുണ്ടല്ലോ 24 മണിക്കൂറും നമ്മളിപ്പോൾ അവരുടെ വീട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ ഇവളുണ്ടല്ലോ ഈ നൈറ്റിക്ക് ഇടയിൽ കൂടെ കൈയിട്ട് ഇങ്ങനെ മാന്തി പ്രൈസറിന് ഇടയിൽ കൂടെ ഇങ്ങനെ കൈയിട്ട് മാന്തി നിൽക്കും. ആണുങ്ങൾ നിൽക്കണം എന്നൊരു ബോധം പോലുമില്ല. ഒരു പാസ്റ്റർ ഭാര്യയല്ലേ, ഒരു ഷാളെടുത്ത് മുലയും മറിച്ചിട്ടിട്ട് നിന്നൂടെ, ആ മുലയും കാണിച്ചിട്ട് സൈഡ് വെട്ടിയ ഇത് ഡ്രസ്സ് ഇട്ട് നിനക്ക് എന്ത് പാസ്റ്ററിൻ്റെ ക്വാളിറ്റി ഉണ്ട് എൽസമ്മേ? നീ ആദ്യം പോയിട്ട് വല്ല IPCയിൽ ഒരുപാട് ആൾക്കാരുണ്ട്, പിന്നെ എന്താ പറയുക, VS എബ്രഹാം, അങ്ങനെ നല്ല നല്ല പ്രാസംഗികരും നല്ല നല്ല ദൈവദാസന്മാരുണ്ട്. അവരുടെ അടുത്ത് പോയിട്ട് ഒന്ന് ഇരുന്ന് കൗൺസിലിംഗ് ചെയ്യും. എന്നിട്ട് ഈ കള്ളത്തരവും പറഞ്ഞിട്ട് പൈസ ഉണ്ടാക്കി ഈ ബോംബെയിൽ നിന്നും വെളിനാട്ടിൽ നിന്നും അമേരിക്ക എന്നൊക്കെ പറഞ്ഞ് കള്ളപ്പണം ഉണ്ടാക്കിക്കൊണ്ട് വന്ന് വീടും വെച്ച് അവിടെ പെട്രോൾ പമ്പിൽ സ്ഥലവും മേടിച്ച് ഇപ്പുറത്തെ സ്ഥലവും വാങ്ങി എല്ലാം വാങ്ങിക്കൂട്ടി ആളുകളെ പറ്റിച്ചിട്ട് ഞായറാഴ്ച ദിവസം കൊതുമ്പും ചൂട്ടും വെച്ചിട്ട് കഞ്ഞിയും വെച്ച് കലക്കിയിട്ട് ആളുകളെ പറ്റിക്കണ രീതിയല്ല രാജി ചെയ്യുന്നത് കേട്ടോ മയിലുകളെ. അതുകൊണ്ട് ഊമ്പിത്തരം കാണിക്കാൻ നിൽക്കരുത്. ഞാൻ നാളെ കൊടുത്തോളാം കലക്ടർക്ക് പരാതി. നീ കലക്ടർക്കല്ല അതിൽ അങ്ങേ തലക്കിരുന്ന് കൊടുത്താലും എനിക്ക് പ്രശ്നമില്ല. പക്ഷേ ഞാനൊരു പെണ്ണാണ്, ഞാൻ കൊടുക്കണത് എറിഞ്ഞാലുണ്ടല്ലോ, ഞാൻ നല്ലോണം വല വീശിയാൽ മീനെ പിടിക്കുകയും ചെയ്യും, ഞാനത് വിൽക്കുകയും ചെയ്യും. നല്ല അന്തസ്സായിട്ട് എന്ത് ചെയ്യും, കൈ കഴുകിയിട്ട് പൈസ എണ്ണി ഞാൻ പോക്കറ്റിലും വെക്കും. മനസ്സിലായോ? അല്ല നിന്നെപ്പോലെ മറ്റേ നനഞ്ഞ വടക്കം വെച്ചിട്ട് കത്തിക്കാറില്ല. നിൻ്റെ മെമ്പറിനോടും പറഞ്ഞേക്ക്, മെമ്പറിനോടും അവൻ്റെ ഭർത്താവിനോടൊക്കെ പറഞ്ഞേക്കും. മെമ്പർമാർ നമുക്കും ഉണ്ട്, മനസ്സിലായോ? ഇതുപോലെ മറ്റേ തുണി പൊക്കി കാണിക്കുന്ന അടി കൂടെ ചവിട്ടി മെതിക്കുന്നതും കള്ളത്തരത്തിൽ പോയി കൂടോത്രം ചെയ്ത് സ്ഥലം സ്വന്തമാക്കാൻ വയ്ക്കുന്ന മെമ്പർമാരല്ല. നല്ല മെമ്പർമാരുണ്ട് നാട്ടിൽ, നട്ടലുള്ള പെൺപിള്ളേരും ഉണ്ട്, നട്ടലുള്ള ആൺപിള്ളേരും ഉണ്ട് മെമ്പർമാരായിട്ട്. ഇതുപോലെ കോണാത്തിലെ സ്വഭാവം കാണിക്കരുത്. കാരണം ഞാൻ ആ സ്ഥലത്ത് വന്നിട്ട് എന്നെ ആർക്കും അറിയത്തില്ല. ഞാൻ ജേക്കബുമായിട്ടാണ് ഇടപാട്, എൽസമ്മയായിട്ടുമാണ് ഇടപാട്, പിന്നെ ബ്രോക്കർ ബേബി ആയിട്ടാണ് ഇടപാട്, പിന്നെ മെമ്പറിനും മെമ്പറുടെ കെട്ടിയവനും മെമ്പറിൻ്റെ അമ്മയ്ക്കും അപ്പനും അല്ലെങ്കിൽ ചുറ്റുവട്ടത്തുള്ള ഒരു 3-4 എണ്ണത്തിനൊക്കെ എന്താണ് ആ കാര്യം? നിങ്ങളാണോ എനിക്ക് ചിലവിനായിരുന്നത്? നാണോ മാനോ ഇല്ലേ, വിവരമില്ലേ? കാലം കുറേ വികസിച്ചു പോയി. കുറച്ചൊക്കെ ഒന്ന് പുറത്തോട്ട് ഇറങ്ങി നടക്കണം. വീട്ടിനകത്ത് ഇരുന്നിട്ട് മറ്റേ ശാലോൺ TVയും വെച്ചിട്ട് ഹാലലൂയ സ്വോത്രം അമ്മച്ചിയുടെ പൂറ് ദേഷ്യം വരുന്നുണ്ട് നല്ലോണം. പൂറുണ്ടെങ്കിൽ അത് നല്ലോണം എന്ത് ചെയ്യണം, ചൊറിഞ്ഞ് അങ്ങോട്ട് സോപ്പിട്ട് കഴുകണം. മനസ്സിലായില്ലേ? അല്ലാതെ കണ്ട പെണ്ണുങ്ങളുടെ മേത്തോട്ട് കുതിര കയറാനല്ല വരുന്നത്.